So, good evening, everyone. Welcome to today's webinar. So, വീട് പണിയാൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പൈസ സേവ് ചെയ്യാനും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കാനും നിങ്ങളെ കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള അറിവുകൾ നൽകി സഹായിക്കാനുമാണ് കോളോ ഇങ്ങനത്തെ വെബിനാറുകൾ നടത്തുന്നത്. സോ ഈ കൃത്യസമയത്ത് ലഭിക്കുന്ന അറിവ് നിങ്ങളുടെ തീരുമാനങ്ങൾ എളുപ്പമാക്കാനും ബഡ്ജറ്റ് സേവ് ചെയ്യാനും തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആ ഒരു മിഷനോട് കൂടെ ആണ് നമ്മൾ കോളോ ഇങ്ങനത്തെ വെബിനാർസ് നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മിനിമൽ ഡിസൈൻ ലക്ഷറി ഫീൽ 10-ൽ 7 വീടും ഈ ട്രെൻഡ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്കിന് നമുക്ക് സ്പീക്കറായിട്ട് ലഭിച്ചിട്ടുള്ളത് സഷ് ഡിസൈനിന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആയിട്ടുള്ള സയ്യിദ് സുഹൈർ സാറിനെയാണ്. സാറിന് ഇന്റീരിയർ ആൻഡ് ആർക്കിടെക്ചർ രംഗത്ത് 13 വർഷത്തിലധികം പരിചയസമ്പത്തുണ്ട്. ഇന്ത്യയിലും യു എയിലുമായിട്ട് ഒട്ടനവധി പ്രീമിയം റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് സാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇന്നത്തെ ടോപ്പിക്കിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് സ്പീക്കർ തന്നെയാണ് അദ്ദേഹം എന്ന് പറയാം. സോ അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് ഇന്ന് നിങ്ങളെല്ലാവരെയും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന തന്നെ ഞാൻ പറയുന്നു. സോ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം സുഹൈൽ സാർ, വെൽക്കം പാർട്ടിസിപ്പൻസ്. ഓവർ ടു യു സാർ, യു കെൻ സ്റ്റാർട്ട് ദി സെഷൻ. Hi, hello, good evening. Good evening, sir. Yeah, first of all, thank you for inviting me for this wonderful webinar. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെ എസ്പെഷ്യലി എൻ്റെ ഒരു കോർ ഏരിയയിൽ ഉള്ളൊരു ടോപ്പിക് തന്നെ ഇന്ന് സംസാരിക്കാൻ വേണ്ടി ആണ് കോളോ ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് പുതുതായിട്ട് വീട് വെക്കുന്നവർക്കും അതേപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ പ്രൊഫഷനിലേക്ക് വന്ന പുതിയതായിട്ടുള്ള സ്റ്റുഡൻസിനും കുറച്ച് സ്റ്റുഡൻസും കൂടി ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ. സോ സ്ട്രൈറ്റ് ടു ടോപ്പിക്. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ, ഓഡിബിൾ അല്ലേ? സർ ഓഡിബിൾ ആണ്. മാമിന്റെ ഡിവൈസിന്റെ വോയിസ് ഒന്ന് മാക്സിമം ആക്കി നോക്കുക ഒന്ന് ചെയ്യാമോ? ബാക്കിയുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഒന്ന് പറയാവോ? ഓഡിബിൾ അല്ലേ? യെസ് സർ, ഓഡിബിൾ ആണ് സർ. മാമിന്റെ സൈഡ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. യു ക്യാൻ കണ്ടിന്യൂ സർ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അതായത് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ 2026 ഒരു മിനിമൽ ആയിട്ടുള്ള റിച്ച് ഫീലുള്ള വീട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് ആൻഡ് സയ്യിദ് സുഹൈർ, പ്രിൻസിപ്പൽ ഡിസൈനർ ഓഫ് സഷ് ഇൻറ്റീരിയേഴ്സ്. ഞാൻ കഴിഞ്ഞ ഒരു 10-13 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രിയിലുണ്ട്. വി റൺ ആസ് എ സ്റ്റുഡിയോ. ഞാനും എൻ്റെ വൈഫുമാണ് കോ ഫൗണ്ടർ. വി ബോത്ത് ആർ ഡിസൈനേഴ്സ്. നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സോറി ടു ഇന്ററപ്റ്റ്, ഒന്ന് ക്യാമറയും കൂടെ ഓൺ ചെയ്യാമായിരുന്നു. ഓക്കെ. ഞാൻ ഒരു കാര്യം ചെയ്യാം. എനിക്ക് രണ്ടും ഒരുമിച്ച് ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല ഐപാഡിൽ. യു കാൺ യൂസ് യുവർ ക്യാമറ വൈൽ ഷെയറിങ് യുവർ സ്ക്രീൻ എന്ന ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചൊരു കാര്യം ചെയ്യാം. ഒരു ലോഗിൻ കൂടി ചെയ്യണോ, അല്ലെങ്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ സർ കുഴപ്പമില്ല, സർ കണ്ടിന്യൂ ചെയ്തോളൂ. കുഴപ്പമില്ല, സ്ക്രീനല്ലേ വിസിബിൾ ആയിട്ടുള്ളൂ. അതെ സർ, കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് Q&A സെഷൻ ആകുമ്പോഴത്തേക്കിനും ക്യാമറ ഓൺ ചെയ്താൽ മതി. ഇപ്പോൾ സർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് മിനിമൽ ആൻഡ് റിച്ച് ആയിട്ടുള്ള ഹോംസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം, ഐ എം ഗിവിങ് ദ അഷ്വറൻസ് ദാറ്റ് നമ്മളിന്ന് പ്രത്യേകിച്ച് വലിയ റോക്കറ്റ് സയൻസ് കാര്യങ്ങളൊന്നും പറയില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് റിയൽ പ്രൊജക്റ്റ്, റിയൽ സൈറ്റിൽ വന്ന മിസ്റ്റേക്സ്, കറക്ഷൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ടോപ്പിക്ക് എന്തുകൊണ്ടാണ് മാറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഈ ഒരു എറ എന്ന് പറഞ്ഞാൽ
നമ്മൾ വല്ലാണ്ട് സോഷ്യൽ മീഡിയയിലായിട്ട് നന്നായിട്ട് എഡിക്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈവൻ നിങ്ങൾ കോളോ പറ്റി അറിഞ്ഞതും നമ്മളെ പറ്റി അറിഞ്ഞതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടിയായിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയുടെ എക്സസ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് പറയുകയാണെങ്കിൽ പിൻട്രസ്റ്റ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് എക്സസ് ഡിസൈൻസ് കണ്ടിട്ട് ക്ലയൻസ് ആക്ച്വലി വളരെ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഓവറോൾ നമ്മളെ ഒരു വീടെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ പല ഏരിയയിലായിട്ടും ക്ലാരിറ്റി മിസ്സാവുന്നുണ്ട്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിലേക്ക് പോകണം, ഏതൊരു പ്രൊഡക്റ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട് ഒച്ച കുറച്ച് കുറവാണെന്ന് ഫീഡ്ബാക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. സാർ കുറച്ചുകൂടെ ഒന്ന് വോളിയത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ മൈക്ക് അടുപ്പിച്ച് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഒരു സെക്കൻഡ് give me 1 second. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഉണ്ട് ജസ്റ്റ് മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞു. ഓക്കെ സർ. ഓക്കെ, സോ നമ്മൾ പറയുന്നത് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഓവറായിട്ട് സോഷ്യൽ മീഡിയയിൽ മേ ബി പല ക്ലയൻസായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ഡിസൈൻസും ഒരുപാട് കണ്ടന്റും കണ്ടിട്ട് വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ചില ക്ലയൻസൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ വേണം അത് വേണം എന്ന് പറഞ്ഞ് ഫ്രീക്വൻ്റ് ആയിട്ട് മൈൻഡ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഈ ഇമേജിൽ കാണുന്ന ഇപ്പോൾ ഫസ്റ്റ് ഇമേജ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു എക്സ്റ്റീരിയർ ഇമേജാണ് കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഇമേജിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ലൈറ്റിങ്ങിൻ്റെതും മെറ്റീരിയലിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഫോൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. എക്സസീവ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സെക്കൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് വല്ലാണ്ട് ഓവർ ക്രൗഡായിട്ടാണുള്ളത്. മൂന്നാമത്തെ സ്പേസിൽ ഒരുപാട് എലമെൻറ്റ്സ് കൊടുത്തിട്ട് കൺഫ്യൂസ്ഡ് ആണ്. നാലാമത്തെ സ്പേസിലും ഇതേപോലെ തന്നെ കുറേ മെറ്റീരിയൽസ് ഏറെക്കുറെ വന്നിട്ട് ഏതിൻ്റെ ഇടയ്ക്കേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ 10 out of 7 ഹോംസ് മിനിമലാണെന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മളെ ഇടയിലുണ്ട്. മിനിമലിസം എന്ന് പറയുന്നത് സത്യത്തിൽ ബേസിക് അല്ല. ബേസിക്കും മിനിമലിസം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മിനിമലിസം എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി എംപ്റ്റിനെസ്സും അല്ല. അപ്പോൾ ആസ് എ ഡിസൈൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ മിനിമലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയലിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന് ഒരു മെച്യൂരിറ്റി കൊണ്ടുവരാമെന്ന് പറയും. ഫോർ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലോറിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിലേക്ക് വരുമ്പോൾ അതിന് ഒരു കളർ കോഡ് ഉണ്ട്. ഫ്ലോറിങ്ങിന് ഏത് മെറ്റീരിയലിലേക്ക് പോകണം, അതേപോലെ തന്നെ വാൾ പാനൽസിൻ്റെ കേസിലേക്ക് അത് ഏത് മെറ്റീരിയലിലേക്ക് പോകണം. പിന്നെ നമ്മളിപ്പോൾ ഒരു പിക്ചറിലെ പ്രസൻറ്റേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു മിനിമലായിട്ടുള്ള ഡിസൈനാണ്, പക്ഷെ അതിൽ നന്നായിട്ട് ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ഈവൻ ഫ്ലോർ ആണെങ്കിൽ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ഒരു ഡിസൈനർ എലമെൻ്റായിട്ട് അവിടെ ഒരു കൺസോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ 2 കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട് ഒരു വുഡിൻ്റെ കോമ്പിനേഷനും അതേപോലെ തന്നെ ഒരു ബേജിൻ്റെ കോമ്പിനേഷനും കൊടുത്തിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മിനിമലിസം തനിയെ വന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഇൻറ്റൻഷനലി കൊടുക്കുന്നതാണ് ഓരോരോ കാര്യങ്ങൾ, അതിൻ്റെ കോമ്പിനേഷൻസ് ഇൻറ്റൻഷനലി ഓരോ പ്രൊജക്റ്റിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. പിന്നെ മിനിമലിസം കൊണ്ടുവന്നാൽ എങ്ങനെയാണ് ഇത് ഈ ഒരു റിച്ച്നെസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു നല്ലൊരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഐസിന് ഡിസ്ട്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ചില പ്രൊജക്റ്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചില സൈറ്റൊക്കെ നമ്മൾ കാണുമ്പോൾ വല്ലാണ്ട് വളരെ ബിസി ആയിരിക്കും, വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഞങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ ശരിക്കും നമ്മൾ
ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ആ ഒരു ഇമേജിൽ ഒരു ബെഡ് കോട്ടിൻ്റെ ഡിസൈൻ കാണാം. അപ്പം ആ ബെഡ് കോട്ട് അതേ ഒരു വ്യൂ കാണുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കതിൻ്റെ ബാക്കിലെ ടെക്സ്ചർ ഭയങ്കരം നല്ല രീതിയിൽ വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ഓരോ എലമെൻസിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മളതിനൊരു ബോർഡർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ എഡ്ജിനൊരു ചെറിയ കേർവ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഇമേജസിൽ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മൾ റൈറ്റിലേക്ക് വരികയാണെങ്കിൽ വാളിൽ ചെറിയൊരു ബ്ലാക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇൻബിറ്റ്വീനായിട്ട് ഒരു ടെക്സ്റ്റേർഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസൈനർ എലമെൻ്റ് ആയിട്ടുള്ള ഫേർണിച്ചർ, അതിന് കേർവി ആയിട്ടുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും മിനിമലിസം എന്ന് പറയുന്നത്. നമുക്ക് നാട്ടിലുള്ളൊരു തെറ്റിദ്ധാരണയാണ് മിനിമലിസം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ശരിക്കും മിനിമലിസത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡീറ്റെയിലുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ മെറ്റീരിയൽ ഡിസിപ്ലിൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുറേ മെറ്റീരിയൽസ് ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളിപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് 2 ഇമേജസ് കാണാം. ലെഫ്റ്റിലുള്ള ഇമേജിൽ നമ്മൾ ഒരൊറ്റ ഒരു കളർ കോഡിൽ ഒരു 3 മെറ്റീരിയൽസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറൂൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ കാണുന്നതിൽ നമ്മൾ ബേജിൻ്റെ കൂടെ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തത്. നേരെ നമ്മൾ റൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയി പോയാണ് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് വെച്ച് പ്ലാൻ ചെയ്യാന്നുള്ളത്. പിന്നെ ഡീറ്റെയിലിങ്ങിൽ ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പ്രൊജക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫേസ്, ഈവൻ പ്ലാനിങ് സ്റ്റേജ് മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ഇൻറ്റീരിയറിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം. പിന്നെ ഈ ഫസ്റ്റ് സ്റ്റേജ് മുതൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും പ്ലാനിങ് ഉണ്ടാവണം. അതായത് നമ്മളൊരു പ്രൊജക്റ്റിൽ അതിൻ്റെ സ്പേസ് പ്ലാനിങ് എന്ന് പറയും. നമ്മൾ ബെഡ് കോട്ട് എവിടെ ഉണ്ടായിരിക്കണം, സൈഡ് ബോക്സ് എവിടെ ഉണ്ടായിരിക്കണം, ഇതിനനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റിലും ഇലക്ട്രിക്കൽ പ്ലാനിങ് ചെയ്യുക. അതിൻ്റെ സ്വിച്ചിൻ്റെ ആക്സസ്, ഈവൻ ഇന്ന് നമുക്കിപ്പോൾ കാണാം സ്വിച്ചസ് പോലും ഏതാന്നുള്ളത് നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒരു പ്രൊജക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നിങ്ങൾ ചില പ്രൊജക്റ്റിൽ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയ വലിയ സ്വിച്ച് ബോർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. നമ്മളിപ്പം ഇലക്ട്രിക്കൽ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ 12 MD, 8 MD, 6 MD എന്നിട്ട് മൊഡ്യൂലർ കാൽക്കുലേഷൻ. അപ്പോൾ 12 MD, 16 MD എന്നൊക്കെ പറയുമ്പോൾ വലിയ സൈസ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നേരെ മറിച്ച് സിറ്റുവേഷൻസ് ഒക്കെ മാറി ചെറിയ ചെറിയ സ്വിച്ചസ്, ഇതൊന്നും കണ്ണിൽ കാണാത്ത രീതിയിലാണ് സ്വിച്ചസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ബ്ലെൻഡ് ഓവറോൾ പ്രൊജക്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ലൈറ്റിങ്ങും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ലൈറ്റിങ് എവിടെയൊക്കെ ലൈറ്റ് വേണം കൊടുക്കണം. അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ലൈറ്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഡീറ്റെയിലിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്, ഇതിപ്പോൾ ഫസ്റ്റ് ഇമേജിൽ കാണാൻ നമ്മൾ ചെറിയ ഇൻറ്റൻഷനലായിട്ടൊരു ഷാഡോ ഗ്യാപ്സ് കൊടുത്തിട്ട് നമ്മൾ സ്കേർട്ടിങ്ങിൻ്റെ ഇൻസൈഡായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്ത് ചെറിയൊരു ഷാഡോ ലൈറ്റ് അടിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ഒരു ഫീല് കിട്ടാം. നേരെ നമ്മൾ രണ്ടാമത്തെ ഇമേജിൽ നോക്കിയാൽ പിന്നെ നമ്മൾ ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്ക് പല മെറ്റീരിയലും ഇൻറ്റീരിയറിൽ കിട്ടുന്ന മെറ്റീരിയലിൻ്റെ അളവ് either 2/4 ആയിരിക്കും, അല്ലെങ്കിൽ 8/4 ആയിരിക്കും. അപ്പോൾ either 2/8 ആയിരിക്കും, അല്ലെങ്കിൽ 8/4 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു പ്ലൈവുഡ് ആണെങ്കിലും ലാമിനേറ്റ് ആണെങ്കിലും കിട്ടുന്ന സൈസ് 8/4 അളവിലുള്ള ലാമിനേറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ അതേ ഒരു അളവിൽ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസിലി അണ്ടർസ്റ്റുഡ്. നമ്മൾ ഉപയോഗിച്ച സാധാരണ ഒരു മെറ്റീരിയലാണ്. ഈവൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴും നമുക്കൊരു പ്രപ്പോർഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സെൻറ്റർ കാണുന്ന ഇമേജിൽ കൊടുത്തിട്ടുള്ള പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു 3 ഫീറ്റിൽ ഒരു ജോയിൻറ്റ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1 ഫീറ്റിൽ ഒരു ജോയിൻറ്റ് കൊടുത്ത്. അപ്പോൾ ഈ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതെന്താ മെറ്റീരിയൽ എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു റിച്ച് ഫീൽ അതിൽ വരും. നമുക്ക് സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രപ്പോർഷൻ സെറ്റ് ചെയ്യുന്നതിലുള്ള ഒരു
കലവിരുത എന്ന് പറയാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ യൂഷ്വലി ചില റിസോർട്ടിലൊക്കെ അല്ലെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രീമിയം ഫീൽ കിട്ടും. പക്ഷെ അത് ശരിക്കും ഒരു പ്രപ്പോർഷനിലുള്ള കുറച്ച് പിന്നെ ഗിമ്മിക്കാണ് നമ്മൾ ശരിക്കും കാണുന്നത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ആ ഒരു ഫ്ലോ ഓവറോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലും പെട്ട ഒരു കാര്യമാണ് ഡോറിൻ്റെ തീം. അപ്പോൾ ഡോറിൻ്റെ തീമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചില പ്രൊജക്റ്റ്, ഇത് മിനിമലിസത്തിൻ്റെ ഓവറോൾ ഫീൽ ആൻഡ് ബ്ലെൻഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് കുറച്ച് നേരത്തെ ഒരു 3-4 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റിൽ നമുക്കൊരു കാര്യമായ അബദ്ധം സംഭവിച്ചു പോയി. അബദ്ധം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റൊക്കെ വളരെ അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വളരെ നല്ല മനോഹരമായിട്ട് ചെയ്ത് പിന്നെ ഡോറിൻ്റെ ഫ്രെയിമൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോറിൻ്റെ കേസിലേക്ക് നമ്മുടെ പ്രൊജക്റ്റ് എല്ലാം സീലിങ്ങും ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ പോകുന്നു. ഡോറിൻ്റെ കേസ് എത്തിയപ്പോൾ നമ്മൾ പോകുന്ന തീം ബേജ് ആൻഡ് ന്യൂട്രൽ ആയിട്ടുള്ള തീമാണ്. അപ്പോൾ ഡോറിൻ്റെ ഡിസ്കഷൻ എത്തിയപ്പോൾ ക്ലയൻറ്റിൻ്റെ ഫാദറിന് ഒറ്റ വാശി, നമുക്ക് തേക്കിൻ്റെ ഡോർ തന്നെ വേണം. അതൊന്നും ചെയ്യാനും പറ്റൂല, കളറും മാറ്റാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഫോഴ്സ്ഫുള്ളി ലാസ്റ്റ് ഒരു തരത്തിൽ ക്ലയൻറ്റ് ഫാദറിൻ്റെ ഒപ്പീനിയനാണ്, എടുക്കാതിരിക്കാൻ പറ്റില്ല. ക്ലയൻറ്റ് താല്പര്യമില്ലെങ്കിൽ കൂടി ഫാദറിൻ്റെ ഒപ്പീനിയനിൽ ഡോറ് തേക്കിൻ്റെ ഡോറ് ചെയ്തു. നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന നാടൻ തേക്ക് പോലത്തെ തേക്ക് ഉപയോഗിച്ചിട്ട് ചെയ്തു. പ്രൊജക്റ്റ് നല്ല രസമുണ്ട്, പക്ഷേ ഡോറ് മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് പോയത്. അപ്പോൾ ഈ ഫീല് കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ A to Z ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് ചിന്തിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. ജസ്റ്റ് ഫർണിച്ചർ കൊണ്ട് മാത്രം ഒരിക്കലും മിനിമലിസ് ആവില്ല, അല്ല എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ ചെയ്യണം. ഇപ്പോൾ ഈവൻ നമുക്ക് ആ ഡോറിന് ആഫ്റ്റർ പ്രൊജക്റ്റ് എക്സിക്യൂഷനൊക്കെ കഴിഞ്ഞ ശേഷം ക്ലയൻറ്റ് പറഞ്ഞു, എനിക്ക് പ്രൊജക്റ്റിൽ പറ്റിയ ആകെ ഒരു മിസ്റ്റേക്ക് ആ ഒരു അഡ്വൈസ് എടുത്താണ്. കാരണം എല്ലാ ഏരിയ അടിപൊളിയുണ്ട്, ഡോറ് കാണുമ്പോൾ സാധാരണ നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണ വീട് പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ ഓവറോൾ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള കൺസൾട്ടിങ് എടുത്ത് വേണ്ടി തന്നെ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ലൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ, ലൈറ്റിങ് ഇതേപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ലൈറ്റിങ് ശരിക്കും നമ്മൾ പ്രൊജക്റ്റിൽ പേർപ്പസ്ഫുള്ളിയാണ് ലൈറ്റിങ് കൊടുക്കേണ്ടത്. ലൈറ്റിങ് നമുക്കൊരു സപ്പോർട്ടീവ് എലമെൻ്റ് ആണ്. അതായത് നമ്മൾ പിന്നെ സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ബേസിക്കലി വി ആർ ഫ്രം കണ്ണൂർ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ സീലിംഗ് നോക്കിയാൽ മംഗളപ്പുര പോലെ ആവരുതെന്ന് പറയും. അപ്പോൾ ഫുള്ളി നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഫുള്ള് പാനൽ ലൈറ്റ് മാത്രമേ സീലിംഗ് കാണുന്നുള്ളൂ. ബട്ട് ഇൻ ന്യൂ എറ ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറി ഫസ്റ്റിൽ തന്നെ ലൈറ്റിംഗ് പ്ലാൻ ചെയ്ത് ഓരോ ഇൻറ്റൻഷനലി ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറച്ച് ലൈറ്റേ ആവശ്യമുള്ളൂ സത്യത്തിൽ ഒരു റൂമിൽ, അതിന് അതിൻ്റേതായിട്ടൊരു കണക്കുണ്ട്, ഇത്ര ഓരോ ഏരിയയിൽ ലൈറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ റിസോർട്ടിലോ പോയാൽ എവിടെയും നമുക്കൊരു ഇറിറ്റേഷൻ വരില്ല. കാരണം അവിടുത്തെ ലൈറ്റിങ് ഓരോ സ്ഥലത്തെ പ്ലേസ്മെൻറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ ബെഡിലിരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കില്ല, ബെഡിൻ്റെ മേലെ ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവില്ല, മിനിമൽ ഐറ്റംസേ ഉണ്ടാവും, പക്ഷേ വെൽ പ്ലാൻഡ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ തന്നെ നമുക്ക് ഈ റിച്ച് ഫീൽ കൊണ്ടുവരാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാർഡ്രോബ്സ്, നമ്മളെ അലമാരകളിൽ ലൈറ്റിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല, വളരെ എക്കണോമിക്കലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈവൻ സെൻസർ ലൈറ്റിംഗ് പോലും നമുക്ക് എക്കണോമിക്കലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. നമ്മളെല്ലാ പ്രൊജക്റ്റിലും ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ തനിയെ ലൈറ്റ് കത്തും, പൊട്ടുന്ന സാധാരണ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ രീതിയിൽ പ്ലാൻ ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫൈലും ഒരു സ്ട്രിപ്പ് ലൈറ്റും ഈ സെൻസറിൻ്റെ ആവശ്യമുള്ളൂ. സെൻസർ ഈസ് വെരി ചീപ്പർ. നമുക്കൊരു സെറ്റ് മേ ബി 1000 rupees അണ്ടറിൽ ഒരു സെറ്റ് സെൻസേഴ്സ് കിട്ടും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഈ സ്പേസ് ഉപയോഗിക്കുമ്പോഴുള്ള ഫീല് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലൈറ്റിങ്ങിൽ ഈ ഒരു ഇമേജിലുള്ള പോലെയാണ് പ്രൊഫൈൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വല്ല ഓർഗനൈസ്ഡ്, ഈവൻ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തൊരു വാർഡ്രോബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബിഹേവിയറിലും കൂടി പല ചേഞ്ചസ് വരും. നമ്മളതൊക്കെ വല്ല അലൈൻ ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി തുടങ്ങും. അതേപോലെ തന്നെ ആക്സൻ ലൈറ്റിംഗ് കൊടുക്കാം, നമുക്ക് ആർട്ട് വർക്ക്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓവറോൾ എക്സ്റ്റീരിയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ 2 ഇമേജ് കമ്പാരിസൺ പറയാം. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഇമേജ് ഭയങ്കര ലൈറ്റ്, എല്ലാം ഫുള്ളി ലൈറ്റ് ആയിട്ട്. രണ്ടാമത്തെ കാണുന്ന ഇമേജിൽ നമുക്ക് ബേസ് ലൈറ്റിംഗ് ആണ് എക്സ്റ്റീരിയറിന്.
ഏറ്റവും ആ ഒരു എക്സ്റ്റീരിയറിനെ നമുക്ക് ആ റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബേസ് ലൈറ്റിംഗ് ആണ്. ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക, ഓരോ ചില എലമെന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ. വീട് മൊത്തം ഇങ്ങനെ ലൈറ്റ് ചെയ്താൽ ഇതിൽ സാധാരണ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് മേ ബി അവിടെയുള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയിരിക്കും, ഞാൻ കോൺട്രാക്ടേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നില്ല, എന്നിരുന്നാലും ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയിരിക്കും ലൈറ്റിങ്ങിൻ്റെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം മൂപ്പർ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇവിടെയൊക്കെ പോയിന്റ് കണ്ടിട്ടുണ്ടാവും. അപ്പം ആസ് യു നോ ഇലക്ട്രീഷ്യൻസിന് നമ്മൾ പേ ചെയ്യുന്നത് മോസ്റ്റ്ലി പോയിന്റ് വൈസ് ആണ്. എത്ര പോയിന്റ് ഉണ്ടോ ആ പോയിന്റിന് ഫിക്സ്ചറിന് വൈസ് ആണ് ഒട്ടുമിക്ക സ്ഥലത്ത് ഇലക്ട്രീഷ്യന് പേയ്മെന്റ് വരുന്നത്. അപ്പോൾ വാട്ടെവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐദർ ഇപ്പം നിങ്ങൾ ഓൾറെഡി വീട് കൺസ്ട്രക്ഷൻ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ കൊടുത്ത എല്ലാ പോയിന്റിലും ലൈറ്റ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് ഈവൻ ഇൻറ്റീരിയറിലാണെങ്കിൽ എക്സ്റ്റീരിയറിലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം ലൈറ്റ് കൊടുക്കുക, ബാക്കി ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ലൈറ്റിങ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ലൈറ്റിങ്ങിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കളർ ടെമ്പറേച്ചർ ആണ്. കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് ഉപയോഗിക്കേണ്ട കളർ ആ ഒരു കളർ ഡിസിപ്ലിനാണ്. ഒരുപാട് കളേഴ്സ് മിക്സ് ചെയ്യാതെ നമുക്ക് ഒരു ന്യൂട്രൽ റേഞ്ചിലുള്ള കളറിലേക്ക് പോവാം. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഇൻ അഡീഷൻ ലൈറ്റിങ്ങിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല പ്രായമുള്ള ആൾക്കാരുടെ റൂമിൽ അവർക്കൊരു വൈറ്റ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഡിമ്മബിൾ ആൻഡ് ട്യൂണബിൾ ലൈറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡിമ്മബിൾ ആൻഡ് ട്യൂണബിൾ ലൈറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ സ്പേസിലെയും ലൈറ്റ് കുറക്കാനും കൂട്ടാനും പറ്റും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റിങ്ങിൽ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ് നമ്മളെ ബാത്റൂംസിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആക്കാന്നുള്ളത്. അതും വെരി ചീപ്പാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ വരുമ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് ഓവറോൾ മാറും. ഒരു പ്രൊജക്റ്റിനെ ഒരു സ്പേസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓവറോൾ ഫീൽ നമുക്ക് മാറിക്കിട്ടും. പിന്നെ മേജർ ആൻഡ് മെയിൻ കാര്യം ഫേർണിച്ചർ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ മിനിമൽ ഹോംസിൽ സാധാരണ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാം സ്ക്വയർ ആയിരിക്കും ഉപയോഗിക്കുക എന്നുള്ളത്. ശരിക്കും സ്ക്വയർ പട്ടിപ്പട്ടി സംഭവം ചെയ്യുന്നതിന് പകരം കുറച്ച് കേവി ആയിട്ടുള്ള ഫേർണിച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫേർണിച്ചറിൽ തന്നെ ഡിഫറെൻറ്റ് ഫിനിഷസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. മീൻസ് നമുക്ക് ഇപ്പം നമ്മൾ ഫസ്റ്റ് കാണുന്ന ഇമേജിലാണെങ്കിൽ അതിൽ സാധാരണ ഒരു കൺസോൾ ചെയ്യുന്ന മെത്തേഡ് പുറമെ സെൻറ്ററിലായിട്ട് ഒരു പീസിൽ നമ്മളൊരു ഫ്ലോറൽ ഡീറ്റെയിലിംഗ് കൊടുത്ത് അതിനൊരു എഡ്ജ് കേർവ് കൊടുത്ത് ഇതിനൊരു PU ഫിനിഷ് ഡീറ്റെയിലിംഗ് കൊടുത്ത് മേലൊരു ടോപ്പും കൊടുത്ത്, അപ്പോൾ സാധാരണ ഒരു ബേസിക് സംഭവത്തിന് പകരം ഇതൊരു റിച്ച് സംഭവമായിട്ട് മാറി. മിനിമലാണ് ബട്ട് അത് റിച്ച് ആൻഡ് ഫീലാണ്. ഈ ഒരു ഇമേജിൽ ആണെങ്കിൽ നമ്മൾ മെറ്റീരിയൽ സെലക്ഷനിലും ഈ പറഞ്ഞ ഡീറ്റെയിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയലിൻ്റെ ഫിനിഷസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എലമെൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതിൽ ഈ ഒരു സൈഡ് ബോക്സ് ചെയ്തിട്ടുള്ളത് വെനീറിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഗ്രെയിൻസ് വിസിബിൾ ആകുന്ന രീതിയിലുള്ള പോളിഷാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രെയിൻസ് കൈയോട് തൊടാൻ വേണ്ടി പറ്റും, ഗ്രെയിൻസ് കൃത്യമായിട്ട് തൊടാം, ആ ഒരു ഫീല്. അപ്പോൾ ഒരു ബേസിക് സാധനം മാറി അതിനൊരു ഡീറ്റെയിൽ വന്ന് അതിൻ്റെ ഫിനിഷും മാറി. അപ്പോൾ കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് മെറ്റീരിയൽസിനെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും റിച്ചർ ആയിട്ടുള്ള മിനിമൽ റെസിസ്റ്റൻസസ് നമ്മൾ പ്ലാൻ ചെയ്യാറ്. അതേപോലെ തന്നെ നമുക്ക് ഫാബ്രിക്കിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഒരു ബേജിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡിലേക്കൊക്കെ ജസ്റ്റ് പോകുന്നതിന് പകരം ടച്ച് ആൻഡ് ഫീലിലും അതുപോലെ പാറ്റേണിലൊക്കെ ഉള്ള ഫാബ്രിക്സ് മിക്സ് ചെയ്താൽ നമുക്ക് ഓവറോൾ പ്രൊജക്റ്റ് ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു ഫീല് ഓവറോൾ കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന ഡെക്കേഴ്സ് അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് കാർപ്പറ്റ്സിനൊക്കെ ഒരു കളർ കോഡ് കൊണ്ടുവരാൻ. ഈവൻ നമുക്കൊരു റെസിഡൻസ് നമ്മളൊരു ഇടയ്ക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലെ ഫേർണിച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. അതിൽ നിങ്ങളെ ബെഡ്ഷീറ്റ് കാണുന്നത് ഒരു ഗ്രീൻ കളറാണ്, അവിടെ ഒരു പോട്ട് വെച്ചിട്ടുള്ളത് ഒരു മറൂൺ കളറാണ്. ഈ കോമ്പിനേഷൻസ് മാറ്റി നമ്മൾ ആ ഗ്രീനിന് പകരം ഒരു റെഡ് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുമ്പോൾ ആ ഫീൽ മാറും. മൂവബിൾ സാധനങ്ങൾ നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള കളേഴ്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഈ സ്ഥിരമായിട്ട് ഫിക്സ്ഡ് ആയിട്ട് വരുന്ന സംഭവത്തിൽ ഒരുപാട് കളേഴ്സ് കൊണ്ടുവരാതെ ശ്രദ്ധിക്കാം.
പിന്നെ ഓവറോൾ ടോപ്പിക്കിൻ്റെ നമ്മളൊരു എൻഡിലേക്ക് വരികയാണെങ്കിൽ മിനിമലിസം എന്തുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നതെന്ന് ഉള്ളൊരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മളൊരു ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു റെസിഡൻസി പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സംഭവങ്ങൾ കാണാമെന്നുള്ള മിനിമൽ ഡീറ്റെയിലിംഗ് കൊടുത്ത ഒരു റെസിഡൻസ് പുറത്ത് മുതൽ ഇവൺ അതിൻ്റെ ഏറ്റവും ഔട്ട്സൈഡ് ഗേറ്റ് കയറി വരുന്നത് മുതൽ എൻഡ് വരെ എന്ത് മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വിസിബിളായിട്ട് കാണും. കാരണം കുറച്ച് ഡീറ്റെയിലാണ് ഉള്ളത്, കുറച്ച് ഫർണിച്ചേഴ്സാണ് ഉള്ളത്, എല്ലാം റിച്ച് ഫീലാണ്. അപ്പോൾ മിസ്റ്റേക്സ് വരാതെ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ എക്സിക്യൂഷൻ സമയത്ത് പ്രിസിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പ്രിസിഷൻ അറിയുന്ന ആൾക്ക് മാത്രം പ്രൊജക്റ്റ് കൊടുക്കുക. നിങ്ങൾ ഈവൺ അത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന വീടാണെങ്കിലും ഡിസൈനർ വെച്ച് ചെയ്യുന്ന വീടാണെങ്കിലും നിങ്ങൾ ഓരോരോ ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിസിഷൻ അറിയുന്ന ആൾക്കാരെ മാത്രം ചൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈ റിച്ച് ഇത് നമ്മൾ മോഡേൺ സ്റ്റൈല് പല സ്റ്റൈലുണ്ട്. മിനിമലിസം വിത്ത് ആ ഒരു റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് അറിയാം ഇൻറ്റീരിയേഴ്സ് പാക്കേജ് പോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്ര ലാക്കിന് ഇത്ര, ഫോർ എക്സാമ്പിൾ 4 BHK ഹോം അറ്റ് 15 lakhs എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഫർണിച്ചേഴ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഫീൽഡിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഈവൻ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫേം ആൾക്കാർ ചെയ്യുന്നുണ്ട്, അവരെ തന്നെ സംസാരിച്ച് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രമേ ഓവറോൾ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഈവൻ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാർപ്പൻറ്റേഴ്സ് ആണെങ്കിൽ ആൾക്കാർക്ക് ഈ പ്രിസിഷൻ അറിയാമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു സൂപ്പർവൈസർ വെക്കുക. അതായത് വലിയ സ്കെയിലുള്ള പ്രൊജക്റ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ ഞങ്ങൾ ഫേംസിൻ്റെ കൂടെ സൂപ്പർവൈസേഴ്സും പ്രൊജക്ട് മാനേജേഴ്സും ഉണ്ടെങ്കിൽ കൂടി ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൂപ്പർവൈസറെ വെക്കുക. എല്ലാ കാര്യങ്ങളും വെൽ കോർഡിനേറ്റഡ് ആയിട്ട് പോകുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ പ്രൊജക്റ്റിൽ ഈ ഒരു ഡിസ്കഷനിൽ പറയാനുള്ളത്. പിന്നെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ കണ്ടിന്യൂറ്റി പറയുമ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ എക്സ്റ്റീരിയറിൽ ഉപയോഗിച്ച ആ ഒരു മെറ്റീരിയലിൻ്റെ കണ്ടിന്യൂറ്റി ചില ഏരിയയിലൊക്കെ ആ ഒരു ടോണിൻ്റെ കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പല റെസിഡൻസിലും ആ ഒരു ഫീലാണ്. എക്സ്റ്റീരിയർ കാണാൻ വേറെ ആരുതോ വീട് പോലെയും ഇൻറ്റീരിയർ കാണുമ്പോൾ വേറൊരാളെ വീട് പോലെയും തോന്നാതെ ഈ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ സർ, ഐ തിങ്ക് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ Q&A സെഷനിലേക്ക് പോവാം. ഓക്കെ ഓക്കെ സർ, സാറിന് പ്രസന്റേഷൻ ഓഫ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ സർ, Q&A സെഷൻ. അപ്പോൾ Hello, sir. Good evening. ഹലോ, യെസ്, ഗുഡ് ഈവനിങ് ജിഷ്ണു. സർ, നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രോജക്റ്റിൽ ടീക്കൂട്ടിന്റെ ഡോർ ഇട്ടപ്പോ ആ പ്രോജക്റ്റിന് അത് എക്സാക്ട്ലി മാച്ച് ആയില്ല എന്ന്. ഓക്കെ, അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് തരാമോ? എന്താണ് ആ ഒരു ഡിഫറൻസിയേഷൻ എന്നുള്ളത്? അതായത് ഞങ്ങളെ പ്രൊജക്റ്റ് വളരെ മിനിമലായിട്ടാണ് ചെയ്തത്. മിനിമൽ മീൻസ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും നമുക്ക് അവിടെ വുഡിൻ്റെ എലമെന്റ്സ് ഒന്നും സത്യത്തിൽ ആ പ്രൊജക്റ്റിൽ ഇല്ല. നമുക്ക് കളർ ഷെയ്ഡ്സാണ് ഉള്ളത്. ബേജിൻ്റെ ടോണ് പോയിട്ടുണ്ട്, വൈറ്റ് പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അതായത് പുറത്തൊരു അറ്റ്മോസ്ഫിയറാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. മീൻസ് നമ്മൾ കണ്ടാൽ ഇത് കേരളത്തിൽ ഇല്ലാത്തൊരു ഫീലാണ് കൊണ്ടുവരാൻ പറ്റിയത്. അപ്പോൾ സാധാരണ തേക്കിൻ്റെ ഡോറ് വന്നപ്പോൾ അത് മാത്രം നമ്മൾ ചെയ്ത ഓവറോൾ പ്രൊജക്റ്റും വർക്കിനേക്കാൾ കൂടുതൽ എല്ലാ നോട്ടും ഡോറിലേക്കാണ് പോകുന്നത്. ഒരു ഭയങ്കര ബേസിക് ഫീൽഡിലേക്ക് ആ സംഭവം മാറി എന്നുള്ളത്. ഈവൻ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡോറ് ഒഴിവാക്കിയിട്ട് ഷൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിരുന്നു വന്നത്. നമ്മൾ എല്ലാത്ത കേസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലയൻറ്റ് ബില്ലിംഗ് ആണെങ്കിൽ അതിനൊരു PU ഷെയ്ഡ് കൊടുത്തിട്ട് നമുക്കൊരു ക്രീം ഷെയ്ഡിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയാണെങ്കിൽ അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാവും. പെയിന്റഡ് ആയിരുന്നുവെങ്കിൽ അല്ലേ? പെയിന്റഡ് ആയിരുന്നുണ്ടെങ്കിൽ ഇത് മോഡേൺ ഇന്റീരിയേഴ്സിന്റെ കൂടെ ട്രഡീഷണൽ വുഡന്റെ ഡോർ വെച്ചൊരു ഫീല്. അതായത് നമ്മളൊരു ബുദ്ധിമുട്ടിയിട്ട് നാട്ടിൻപുറത്തൊരു വീട്ടിൽ മോഡേൺ ഇന്റീരിയർ കൊണ്ടുവന്ന പോലത്തെ ഒരു
ടൈറ്റ് ഫീൽ ആയി പോയി. ഓക്കെ 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 സാർ, നമുക്ക് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് ക്വസ്റ്റ്യൻ ആൻസർ സെഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് ഗിരീഷ് സി സാറാണ്. ഗിരീഷ് സാർ അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സാറേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഗിരീഷ് സാർ ലൈനിലുണ്ടോ? ഉണ്ട്. അല്ല ആദ്യം കഴിഞ്ഞിട്ട് അവരെ കഴിഞ്ഞിട്ടെ, കുഴപ്പമില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു അവസരം തന്നാൽ മതി. ഓക്കെ 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 സർ, അടുത്തത് സുബിൻ തോമസ് സാറാണ്. സാറിന് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാം. സുബിൻ തോമസ് സർ. സുബിൻ തോമസ് സർ, വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ്സ് റേസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് എഴുതി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സുബിൻ തോമസ് സാർ ഓൺലൈൻ ഉണ്ട് എങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാമോ? ഫസ്റ്റ് ഒരു ജാസ് ആണ് തോന്നുന്നു സാർ. ഓക്കെ ഞാനാ ഓക്കെ, അൺമ്യൂട്ട്. നമ്മുടെ ലൈറ്റിംഗ് ഡിഫറെന്റ് ടൈപ്പ് ലൈറ്റിംഗ് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഹോട്ടൽ നമുക്ക് കാണാൻ കിട്ടുന്നത് സോഫ്റ്റ് വൈറ്റ് ആണോ അതോ വാം വൈറ്റ് ആണോ? നമ്മൾ യൂഷ്വലി ഹോട്ടൽ പ്രൊജക്ട്സിലൊക്കെ ന്യൂട്രൽ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുക. വാമും അല്ല വൈറ്റും അല്ല, ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ഷെയ്ഡാണ് യൂഷ്വലി യൂസ് ചെയ്യാറ്. പിന്നെ ചില കാര്യങ്ങൾക്ക് മാത്രം വാമ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഒരു വാളിലേക്ക് ഒരു പിക്ചർ ഹൈലൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ബെഡ് സൈഡ് ലാംപ്സിൽ ഇതിൻ്റെ ഒരു മിക്സ്ഡാണ്. സീലിംഗ് ലൈറ്റ്സ് മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുക ന്യൂട്രൽ കളറിലാണ് ഉപയോഗിക്കാറ്. ഓക്കെ, ബെഡ്റൂം ഏരിയ വരുമ്പോ അവിടെ സോഫ്റ്റ് വൈറ്റ് ഉപയോഗിക്കാറുണ്ടോ? സോഫ്റ്റ് വൈറ്റ് കൊണ്ട് ന്യൂട്രൽ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക്. ഇപ്പൊ സാരിച്ചിടുമ്പോ ഒരു പിക്ചർ കാണിച്ചായിരുന്നു, അതിനകത്ത് ലൈറ്റിന്റെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അതെ, കൂൾ വൈറ്റ് തൊട്ട് വാം വൈറ്റ് വരെയുള്ള 1 2 3 4 വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അത് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് വൈറ്റ് വാമ്, അതിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ പറയുന്ന ഷെയ്ഡാണ് ന്യൂട്രൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ. ന്യൂട്രൽ വൈറ്റ് ആണ് കോമൺ ആയിട്ട് നമ്മൾ വെസ്റ്റേൺസിലും അതേപോലെ തന്നെ ഹോട്ടൽ പ്രൊജക്ട്സിലും യൂസ് ചെയ്യാറ്. ഓക്കെ, ട്രോപ്പിക്കൽ ട്രഡീഷണൽ ആംബിയൻസില് ഏത് ലൈറ്റ് ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത്? റെസിഡൻസിലാണോ? റെസിഡൻസിലാണ്. റെസിഡൻസിലാണെങ്കിൽ ഒരു ട്രഡീഷനാണ് കുറച്ചും കൂടി വാമിലേക്ക് പോകാൻ നല്ലത്. ഓക്കെ, ന്യൂട്രലിനേക്കാൾ ഒരു മോഡേൺ തീമിലൊക്കെ പോകുമ്പോൾ നമുക്ക് ന്യൂട്രലാണ് എപ്പോഴും ബെറ്റർ. ട്രോപ്പിക്കൽ ഒന്നുകൂടി വാം തന്നെയാണ് ബെറ്റർ. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, അടുത്തത് സുനിൽ കുമാർ കെ സാറാണ്. സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സുനിൽ കുമാർ കെ സാർ, സാർ ഓൺലൈൻ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാർ സുനിൽ കുമാർ സാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് മുഹമ്മദ് ആഷിഖ് എം സാർ. ഓക്കെ, ഞാൻ വേറൊരു നമ്മളിങ്ങനെ മിനിമൽ ആയിട്ടില്ലെങ്കിൽ മോഡേൺ ഇതിൽ ഡിസൈൻസ് കൊണ്ടുവരുമ്പോഴത്തേക്കും പലയിടത്തും എന്താണ് കർവുകൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഇങ്ങനെ കുറച്ച് തള്ളി നീക്കുന്ന ഏരിയ, ഇല്ലെങ്കിൽ ടെക്സ്ചർ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ ലോങ് ടൈമിൽ നമുക്ക് മെയിൻ്റനൻസിനുള്ള ബുദ്ധിമുട്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ഫീഡ്ബാക്ക് എത്രത്തോളം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്? ഡസ്റ്റ് വരുന്നു, ഇല്ലെങ്കിൽ അവിടെ പെയിന്റ് എന്താണ് കളർ ഫെയ്ഡിങ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ, ക്രാക്ക് വരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എക്സിക്യൂഷൻ സൈഡിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊജക്റ്റിൽ സാധാരണ മെറ്റീരിയൽ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ പരമാവധി കേരളത്തിലുള്ള വീടുകൾക്കാണെങ്കിൽ നമ്മൾ മറൈൻ പ്ലൈവുഡ് ആണെങ്കിലും ഏത് പ്ലൈവുഡ് ആണെങ്കിലും വുഡ് ആണെങ്കിലും നമ്മൾ ഡയറക്റ്റ്ലി വാളിൽ ടച്ച് ചെയ്യാത്ത രൂപത്തിലാണ് ഫർണിച്ചേഴ്സ് ആണെങ്കിലും വാൾ പാനലാണെങ്കിലും പ്ലാൻ ചെയ്യാം. നമുക്ക് മാർക്കറ്റിൽ നിങ്ങൾക്കറിയുന്ന UPVC ബോർഡ് പോലത്തുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒരുപാട് മൾട്ടിവുഡ് WPC ഒക്കെ പോലത്തെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുക. ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ
പെയിൻറ്റിങ്ങിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഓക്കെ ഫൈൻ. ഓക്കെ സാർ, താങ്ക് യു. അടുത്തത് ഹലോ. ഡോക്ടർ സുബൈർ വാഴമ്പൂരം സർ. ഹലോ ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സുബൈർ സാർ. നമുക്ക് പിന്നെ കിച്ചണിലെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് മെറ്റീരിയൽ നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റുക? ചീപ്പായിരിക്കണം, ബെസ്റ്റും ആയിരിക്കണം, ചെതല് വരും ചെയ്യരുത്. ശരിക്കും ചീപ്പും ബെസ്റ്റും ഒരുമിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ മെറ്റീരിയൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് അധികം ഏറ്റവും ചീപ്പിലേക്ക് പോകാൻ പറ്റുന്നത് നിങ്ങൾക്ക് ACP പോലത്തെ അലൂമിനിയം പാനൽ പോലത്തെ മെറ്റീരിയൽസ് ആണ് ശരിക്കും ഏറ്റവും ചീപ്പിലേക്ക് പോവുക. അത് ഇന്ന് മാർക്കറ്റിൽ പ്രൊഫൈൽ അവൈലബിൾ ആണ്, പണ്ടത്തെ പോലെ അല്ലാണ്ട് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാത്ത രീതിയിലുള്ള പ്രൊഫൈൽസ് അവൈലബിൾ ആണ്. പിന്നെ കുറച്ചും കൂടി ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കിച്ചണിൽ എപ്പോഴും നമുക്ക് പ്രശ്നം വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സിങ്ക് ഉള്ള നനവ് തട്ടുന്ന ഏരിയയിലാണ് പ്രശ്നം വരിക. നിങ്ങൾ ആൾട്ടർനേറ്റീവ് നല്ല മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഈവൻ മറൈൻ പ്ലൈ ഒക്കെ പോലത്തെ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ആണെങ്കിൽ കൂടി ഈ പ്രശ്നങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് നമ്മളൊരു ക്യാബിനറ്റ് ചെയ്യുന്ന സമയത്ത് ബോട്ടം ക്യാബിനറ്റിൻ്റെ അല്ലെങ്കിൽ മെയിൻലി ബോട്ടം ക്യാബിനറ്റ് ശ്രദ്ധിച്ചാൽ മതി. ബോട്ടം ക്യാബിനറ്റിൻ്റെ ബാക്ക് സൈഡുള്ള മെറ്റീരിയൽ ഡയറക്റ്റ് വാൾ തട്ടുന്നത് UPVC ബോർഡാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പ്രശ്നം പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സിങ്കിൽ നിന്ന് നനവ് അതിൻ്റെ തൊട്ട് താഴത്തെ ക്യാബിനറ്റിലേക്ക് വന്ന് അത് ശൃംഗാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അതിന് നിങ്ങൾക്ക് ഐദർ സ്റ്റീൽ ഉപയോഗിക്കാം, SS ഉപയോഗിക്കാം, അല്ലെങ്കിൽ WPC പോലത്തെ മെറ്റീരിയൽ ഉപയോഗിക്കാം. ആ ഒരു ക്യാബിനറ്റ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബഡ്ജറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, വലിയ കോസ്റ്റ് ചിലവാതിരിക്കാൻ വേണ്ടി പറ്റും. WPC മൊത്തം ഉപയോഗിച്ച കുഴപ്പം വരില്ല നമുക്ക് അല്ലേ? WPC മൊത്തം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി WPC കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ ഉപയോഗിക്കുന്ന ഗമ്മും WPCക്ക് ഉപയോഗിക്കുന്ന ഗമ്മും വ്യത്യാസമുണ്ട്. പ്രസ്സിങ്ങിൻ്റെ സമയത്തിന് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. WPC കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് WPC ഉപയോഗിച്ച് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അടുത്തത് ഡോക്ടർ അശ്വതി ധർ. അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സർ. ഹലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കൺസ്ട്രക്ഷൻ ഒരു കമ്പനിയാണ് ഏൽപ്പിക്കുന്നത്, ഇപ്പൊ ഇന്റീരിയേഴ്സ് വേറെ ഒരു ഗ്രൂപ്പിനാണ് ഏൽപ്പിക്കുന്നത്. ഈ കൺസ്ട്രക്ഷൻ കമ്പനീസ് നോർമലി ഇന്റീരിയർ കൂടെ ഉൾപ്പെടുത്തി അല്ലല്ലോ മിക്കവാറും ചെയ്യാറ്. അപ്പൊ അല്ലേ? അപ്പൊ ഇന്റീരിയർ സെപ്പറേറ്റ് ആളിനെ ഏൽപ്പിക്കുമ്പോ നമ്മൾ ഏത് കൺസ്ട്രക്ഷന്റെ ഏത് ഘട്ടത്തിലാണ് നമ്മള് മറ്റേ ഇന്റീരിയർകാരെ കൊണ്ടുവന്ന് കാണിക്കേണ്ടത്? അതായത് ഈ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒക്കെ അവര് പോയിന്റ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്റീരിയർകാരുമായിട്ട് എന്താണ് രണ്ടുമായിട്ട് മാച്ച് ആയി വരുന്ന രീതിയിൽ ഏത് കൺസ്ട്രക്ഷന്റെ ഏത് സമയത്താണ് ഇന്റീരിയർകാരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ലൈറ്റും എല്ലാം പ്ലേസ് ചെയ്യാൻ പറ്റുക? കൺസ്ട്രക്ഷന്റെ ഏത് സ്റ്റേജില്? ഓക്കെ. ഈ ഒരു ടോപ്പിക്ക് വളരെ നല്ല ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റിൻ്റെ സ്കെയില് പോലെയാണ്, നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ സ്കെയില് പോലെയാണ്. പക്ഷേ എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പ്ലാനിങ് സ്റ്റേജ് ഉണ്ടല്ലോ. ഈവൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ആർക്കിടെക്റ്റിന് പ്രൊജക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർക്ക് പ്രൊജക്റ്റ് കൊടുക്കുക, വേറൊരു ഇൻറ്റീരിയർ ഡിസൈനർക്ക് പ്രൊജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്ന സമയത്താണ്. ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പറയാൻ വേണ്ടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻറ്റീരിയർ മാത്രം ചെയ്യുന്ന ചില പ്രൊജക്റ്റിൽ നമ്മൾ പ്രൊജക്റ്റ് ഓൾറെഡി വേറെ ഒരു സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ തോട്ട് വ്യൂവും ആസ്പെക്റ്റും വേറെ ആയിരിക്കും, ഇവരെ ചിന്ത വേറെ ആയിരിക്കും. രണ്ടും ഡിഫറെൻറ്റ് ഫേംസിന് ഡിഫറെൻറ്റ് ചിന്താഗതികൾ ഉണ്ടാവും. ചില സ്ഥലത്ത് ഇൻറ്റീരിയറിനെ പറ്റി തീരെ ധാരണയില്ലാത്ത ആളായിരിക്കും കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ബെഡ് പ്ലേസ് ചെയ്യേണ്ട ഒരു വാള്, അപ്പോൾ ആ വാളിൻ്റെ ബാക്കിൽ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഒരു എലമെൻറ്റ് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ആ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വാളിൽ വലിയ 2 വിൻഡോ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്ലേസ് ചെയ്യാൻ നല്ലൊരു ഇൻറ്റീരിയർ മാത്രം ചെയ്യുന്ന പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ നല്ലൊരു വാൾ കിട്ടാത്ത പ്രശ്നം വരും. നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റേജ് മുതൽ ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് ആ പ്ലാനിങ് സ്റ്റേജിൽ പറയാം, ഇൻറ്റീരിയർ ലേഔട്ട് തന്നെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആളെ കൊണ്ട് ഇൻറ്റീരിയറിൻ്റെ ലേഔട്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ഏറ്റവും ലേറ്റായി ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കൺസ്ട്രക്ഷൻ കഴിഞ്ഞു പോയി ആ സമയത്താണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ബിഫോർ
പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പ് ഇന്റീരിയർ ഡിസൈനറെ സമീപിക്കുക, അവരെ ഗൈഡൻസ് എടുക്കുക. ആ ഇന്റീരിയർ ഡിസൈനറെ കൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യിപ്പിക്കുക, ഇലക്ട്രിക്കൽ മാർക്കിങ്ങും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ ഭാഗം കവറപ്പ് ചെയ്യാൻ വേണ്ടി പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. നല്ല സ്റ്റേജ് പ്ലാനിങ് സ്റ്റേജ് ആണ്. ഓക്കെ, താങ്ക് യു സർ. സാർ ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ? ഓ യുമേ. സാർ ഒരു ലക്ഷറി ഫീൽ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണക്കാരുടെ വീട്ടിൽ ലക്ഷറി ഫീൽ ആഗ്രഹിക്കുകയാണെങ്കിൽ സാറിന്റെ ഒരു സജഷനിൽ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഘടകമാണല്ലോ ഇന്റീരിയർ ലൈറ്റിംഗ് ആൻഡ് കളർ കോമ്പിനേഷൻ. സാറിന്റെ ഒരു സജഷനിൽ ഒരു സാധാരണക്കാരുടെ വീട്ടില് നമുക്കൊരു ഹോട്ടൽ മുറിയിലേക്ക് പോയി ഒരു ഇന്റീരിയർ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ശരിക്കും അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഒരു കളർ കോമ്പിനേഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ സാധാരണ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലയൻ്റായിട്ട് ഡിസ്കസ് ചെയ്യും, അവർക്ക് പിന്നെ എന്ത് കളറിനോടാണ് താല്പര്യം എന്നുള്ളത്. ആ കാര്യം നമ്മൾ ഫസ്റ്റ് ഇപ്പം ബേസിക് കളേഴ്സ് പറയുകയാണെങ്കിൽ ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയാം. ഇപ്പം മേ ബി ഗ്രേ ഇഷ്ടമുള്ള ആളുണ്ടാവും, ബേജ് ഇഷ്ടമുണ്ടാവും. ഗ്രേയും ബേജാണ് ശരിക്കും നമ്മളൊരു ന്യൂട്രലിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന 2 കളേഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് either നിങ്ങൾക്ക് ഗ്രേ ആണ് ഇഷ്ടം ഗ്രേൻ്റെ പാറ്റേണിലേക്ക് പോവാം, ബേജ് ആണ് ഇഷ്ടം ബേജിൻ്റെ പാറ്റേണിലേക്ക് പോവാം. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന എലമെന്റ്സിലൊക്കെ ഇതിൻ്റെ ഒരു ബ്ലെൻഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അതായത് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ശ്രദ്ധിക്കണം. ഫ്ലോർ മുതൽ, പെയിന്റ് മുതൽ, ലൈറ്റ് മുതൽ, ഫർണിച്ചർ മുതൽ, ഫാബ്രിക് മുതൽ, ഇവിടെ വെക്കുന്ന സാധനം വരെ എല്ലാം ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ഏതാ ഈ ന്യൂട്രൽ കളേഴ്സിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ഫൈനൽ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓ ഷുവർ. സാറേ നമ്മളെ ഫ്രണ്ട് ഡോർ വുഡ് കൊണ്ട് ചെയ്യും, ബാക്കി അകത്തുള്ള ഡോർ ബെഡ്റൂം ഡോർസ് ഒക്കെ വുഡ് തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ സാറേ? അതിനെക്കാട്ടും നല്ലത് ഏതായിരിക്കും? ഇല്ല, നമുക്ക് ഒരിക്കലും വുഡ് നിർബന്ധമില്ല. പിന്നെ മെയിൻ ഡോർ either you can go for wood or steel or something. ഇന്റേണൽ ഡോർസ് നമുക്ക് ബ്ലോക്ക് ബോർഡിൽ ചെയ്യാം, WPCയിൽ ചെയ്യാം. WPCയും ബ്ലോക്ക് ബോർഡും നല്ല ഓപ്ഷൻസ് ആണ്. ഇതിൽ WPCയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈസി ആയിട്ട് അധികം എഫേർട്ടൊന്നും ഇല്ലാണ്ട് PU പെയിന്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. either ലാമിനേറ്റോ വിനിയറോ ചെയ്യാം. ബ്ലോക്ക് ബോർഡിലും ഇതേപോലെ തന്നെ വിനിയർ ഫിനിഷ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ചെറിയ ചെറിയ ഗ്രൂസ് ഒക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യാം. വുഡിലാവുമ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ കുറേ വുഡൻ ജോയിന്റ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്തായാലും കാണാനുള്ള സാധ്യത. ബെറ്റർ നമ്മൾ ഈ ഒരു തീമിൽ ആഗ്രഹിച്ച് പോകുമ്പോൾ വുഡ് പ്രിഫർ ചെയ്യാതിരിക്കലാണ് ഒന്നുകൂടി നല്ലത്. അപ്പൊ തേക്കിനെക്കാട്ടും WPC ആണല്ലോ കോസ്റ്റ് എഫക്റ്റീവ്? WPC ആണ്. നിങ്ങൾ തേക്കിന്റെ മരം വാങ്ങിക്കണം, കാർപ്പൻറ്ററെ കൊണ്ട് അത് പണിയണം, എന്നിട്ട് അതിന് പോളിഷ് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങൾ WPC ഡയറക്റ്റ്ലി നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഡോറായിട്ട് അവൈലബിൾ ആണ്. ഒരുപാട് കമ്പനികൾ ഡീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വന്ന് ഫിറ്റ് ചെയ്യണം, ഒരു ബോർഡ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വുഡിന്റെ അത്ര തന്നെ എഫക്ട് കിട്ടുമല്ലോ? വുഡിന്റെ എഫക്ട് കിട്ടും. സുനിത കംപ്ലീറ്റ് ആയോ? സാറേ ഒരു കാര്യം കൂടെ ചോദിച്ചത്. അപ്പം ഇപ്പം ഇത് എന്റെ കയ്യിൽ ഇപ്പം പ്ലാൻ ആയതേ ഉള്ളൂ. അപ്പൊ ഇപ്പം തന്നെ സാറിനെ കോൺടാക്ട് ചെയ്താൽ എനിക്ക് ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് തരാൻ പറ്റുമോ? അപ്പൊ ഞാൻ കോൺടാക്ട് ചെയ്താൽ ഇന്റീരിയറിന്റെ ശരിക്കും നമ്മൾ ഫസ്റ്റ് എന്താന്ന് പറഞ്ഞാല് ഇന്റീരിയറിന്റെ ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ ഡിസൈൻ ചെയ്യല്ലേ ചെയ്യുക. നമ്മൾ ഫസ്റ്റിൽ ആവശ്യമായ ഗൈഡൻസ് കൊടുക്കും, സ്പേസ് പ്ലാനിങ് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഒരു തീം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വെക്കാം. മേ ബി നിങ്ങളെ വീട് ഫിനിഷ് ആവുന്നത് ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ എപ്പോഴും ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ ക്ലയൻസിനോട് സാധാരണഗതിയിൽ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ഫിനിഷിങ് ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് ഫൈനൽ ചെയ്തിട്ട് അതിനനുസരിച്ച് ബാക്ക് ഡേറ്റിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പം ഒരു പ്രൊജക്റ്റ് വന്ന് അവർക്ക് 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് വീട് ഉണ്ടാക്കണം, നമ്മൾ ഇപ്പോഴേ ഡിസൈൻ ചെയ്ത് ഒരിക്കലും വെക്കൂല. നമുക്കിപ്പോൾ പറയുന്ന കൺഫേംഡ് പ്രൊജക്റ്റ് 2027 ലാസ്റ്റിലേക്കൊക്കെ ഉള്ള പ്രൊജക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ സ്റ്റേജ് വരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇന്റീരിയർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മാത്രമേ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 1 year ആണ് ഗ്യാപ്പ് കാണുന്നത്, നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പീരീഡ് എക്സാമ്പിൾ 2 or 3 months ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യാം. ഒരു 2 to 3 months നമ്മൾ ഡിസൈനിങ് എടുത്ത് നെക്സ്റ്റ് അവിടെ ഇന്ന് വർക്ക് സീലിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് മേ ബി ഒരു 1 month, നെക്സ്റ്റ് ഒരു 1 month ഫ്ലോർ ചെയ്ത്, അപ്പോൾ ഈ ഇടുന്ന അങ്ങോട്ടേക്ക് നമ്മൾ ഹൗസ് വാമിംഗ് ഡേറ്റ് കണ്ടിട്ടാണ് ബാക്ക് ഡേറ്റിന് ഡിസൈൻ ചെയ്യുക. വളരെ നേരത്തെ ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല. ഡിസൈൻ പക്ഷെ കോൺസെപ്റ്റ് പ്ലാന് കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്ത് വെക്കാം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് ഷാജ് അഡ്രസ് സാറാണ്. സിന്ധു ഓമന മാം നമുക്ക്
ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ ഓക്കെ വിളിക്കുക. ഓക്കെ സാർ. എന്റെ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോ പൊറോട്ട പോലുള്ള ബ്രിക്സ് ഉപയോഗിക്കുമ്പോഴേ അത് പക്ഷെ എക്സ്പോസ്ഡ് ആയിട്ട് കാണാൻ അധികം താല്പര്യമില്ലാത്ത ഒരാളാണ്. നമുക്ക് പ്ലാസ്റ്റ് ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, കേട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് പൊറോട്ടം പോലുള്ള ബ്രിക്സ് ഉപയോഗിക്കുമ്പോഴേ അത് വളരെ പാർഷ്യലായിട്ട് വളരെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവും? ഒന്നും കൂടി എലാബറേറ്റ് ചെയ്യോ? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ പൊറോത്തയും ബ്രിക്കാണ്. അത് നോർമലി എക്സ്പോസ്ഡ് ആയിട്ടും അല്ലാതെയും പ്ലാസ്റ്റർ ചെയ്തും ചെയ്യാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ഭാഗം മാത്രം എക്സ്പോസ്ഡ് ആയിട്ടും ബാക്കി പ്ലാസ്റ്റർ ചെയ്തും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ എക്സ്പോസ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ഏതായിരിക്കും കുറച്ചുകൂടി നന്നാവുക? അതേ, ആക്ച്വലി നിങ്ങൾ എക്സ്റ്റീരിയർ കാണാതെ നമുക്ക് പറയാൻ വേണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ, ഇല്ല, കാരണം നിങ്ങൾ എക്സ്റ്റീരിയറിന്റെ ഒരു ഐഡിയയും കാണാതെ ഇന്ന ഭാഗമായിരിക്കും നല്ലതെന്നുള്ള പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, അടുത്ത പോവാം. അടുത്തത് ജോൺ ടി മാമൻ സാറാണ്. ജോൺ ടി മാമൻ സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ജോൺ സാർ. ഞാൻ ഇപ്പം കൺസ്ട്രക്ഷൻ ലിൻഡൽ ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യണ്ടെന്നാണ് പ്ലാന്. അപ്പം ഡയറക്റ്റ് ലൈറ്റിങ് അവര് കുറച്ച് ലൈറ്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. അതായത് ഫോർ എക്സാമ്പിൾ ബെഡ്റൂമില് ബേസിക്കലി 4 ലൈറ്റ് പോയിന്റ്സും സീലിംഗില്, പിന്നെ മിഡിലില് ഫാൻ, അതായത് ബെഡിനോട് അലൈൻ ചെയ്തിട്ട് മിഡിലില് ഫാൻ, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ലിവിംഗ് റൂം ആൻഡ് ഡൈനിങ് സ്പേസിൽ ഒരു ചെറിയ എലമെന്റ് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫോൾ സീലിംഗ് ചെയ്യാതെ നമ്മൾ ഈ മിനിമലിസ്റ്റിക് കൺസെപ്റ്റിൽ തന്നെ നമുക്കത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അത് എങ്ങനെ ചെയ്താലാണ് അത് ബെറ്റർ ആയിരിക്കാമെന്ന് സജസ്റ്റ് ചെയ്താൽ? അതായത് എലമെന്റ് സെൻസ് ലൈറ്റിംഗിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? ലൈറ്റിങ്ങിലും അതുപോലെ ഈ നമ്മളിപ്പം ഒരു ഡൈനിങ് സ്പേസിൽ ഒരു ചാൻഡിയർ എന്തെങ്കിലും ലൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ബോർഡ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ മുകളിൽ. അപ്പം അത് ഫോൾ സീലിംഗ് ചെയ്യാതെ തന്നെ നമുക്കത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ? ഇല്ല, ഒരു ഡ്രോബാക്കും ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൈനിങ് ടേബിളിന്റെ സൈസ് ആദ്യം ഫൈനൽ ചെയ്യുക. 6 സീറ്റർ ആണോ 8 സീറ്റർ ആണോ, എത്ര ലെങ്ത് എത്ര വിഡ്ത്ത് എന്ന് ആദ്യമേ പ്ലാൻ ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മൾ ലൈറ്റിന്റെ എന്ത് തീമാന്നുള്ള ഫൈനൽ ചെയ്യുക. ലൈറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഒരു എന്താ പറയുക, ഡൈനിങ് ടേബിളിലേക്ക് ചേർന്ന് താഴ്ന്നു നിൽക്കുന്ന ലൈറ്റ് ആണോ, സീലിംഗ് ഫിക്സ്ചർ ആണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫിക്സ് ചെയ്തിട്ട് അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് നിങ്ങൾ പോയിന്റ് കൊടുത്താൽ മതി. ഈവൻ പോയിന്റ് കൊടുത്ത് തെറ്റിപ്പോയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ചെറിയ ചിപ്പിംഗ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി പറ്റും. വയറിടുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഏരിയയിൽ ചുരുങ്ങിയത് ഒരു 1.5 മീറ്റർ എങ്കിലും എക്സ്ട്രാ വയർ ലെങ്ത്തിൽ വലിക്കാൻ ഇലക്ട്രീഷ്യനോട് പറഞ്ഞാൽ മതി. ഓക്കെ, അതിനുശേഷം ഇന്റീരിയർ പ്ലാനിങ് ചെയ്തിട്ടില്ല. അപ്പം ഇതിനുശേഷം ലൈറ്റ് പോയിന്റ്സ് ഇപ്പൊ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്റീരിയർ പ്ലാനിങ് ചെയ്തിട്ട് ലൈറ്റ് പോയിന്റ് ഫൈനൽ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇന്റീരിയറിന്റെ നിങ്ങൾ ബേസിക് പ്ലാനിങ് എങ്കിലും ചെയ്യാം. ഇന്റീരിയർ ഡിസൈൻ ഒന്നും ചെയ്യണ്ട. ഡൈനിങ് ടേബിളിന്റെ സൈസ് എത്ര സീറ്റർ ആയിരിക്കും, ലെങ്ത് വിഡ്ത്ത്, സോഫാസ് നിങ്ങൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇത്ര പേർക്ക് ഇരിക്കുന്ന സോഫയാണ്, നിങ്ങൾ ആം ചെയർ ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ല, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടാൽ നല്ലത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേർട്ടൻ പോക്കറ്റ് ഒന്ന് ലൈറ്റ് വരുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ, ഇൻഡയറക്റ്റ് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ കുറച്ച് ഇൻഡയറക്റ്റ് സംഭവങ്ങൾക്ക് ഒരു പ്ലാന് കാണുന്നത് നല്ലതാണ്, ചെറിയ രീതിയിലെങ്കിലും. ഓക്കെ സാർ, താങ്ക് യു. നമുക്ക് ഇനി പാർട്ടിസിപ്പൻസിനോട് പറയാനുള്ളത്, ഒരാൾക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മാക്സിമം ചോദിക്കാൻ പറ്റും. കാരണം കുറെ അധികം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് പേഴ്സൺ 2 ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യാണ്. സോ അടുത്തത് പാക്സോറസ് എന്ന് പറയുന്ന ഐഡിയ ആണ്. സർ മാം അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ചോദിക്കാം. പാക്സോറസ്. സർ റെസ്പോൺസ് ഇല്ല. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അനൂപ് ജോസ് സർ. ഞാൻ ചോദിച്ചതാണ് സാറോട്.
അപ്പോ സാറിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് പറഞ്ഞതിലേക്ക് കൂടി ബീജ് ഓർ 2 കളർ യൂസ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെയാണ്, ഞാനത് ഓക്കെയാണ്, എനിക്കത് ഓക്കെയാണ്. ഓക്കെ സർ, താങ്ക് യു. മാഡം ഞാൻ ചോദിക്കട്ടെ, ഗിരീഷ്. സർ, ഗിരീഷ് സർ, നമുക്ക് സാറിന്റെ ഓർഡറിലേക്ക് വരുമ്പോൾ ഞാൻ കോൾ ചെയ്യാം. ഓക്കെ. സിന്ധു ഓമന മാം, സിന്ധു ഓമന മാം, ഹലോ, ഓഡിബിൾ ആണോ? നേരത്തെ ഈ ഡോറിന്റെ കാര്യം പറഞ്ഞപ്പോൾ WPC ആണ് ഇരിക്കും ബെറ്റർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്കൊക്കെ ഒരു ഇതുള്ളതെന്ന് വെച്ചാല് തടിയാവുമ്പോ നമുക്ക് കാലാകാലം കിടക്കുമല്ലോ. നമ്മൾ മറ്റു വേറെ എന്തൊരു കാര്യമാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ് മാറ്റുവാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. പക്ഷെ ഡോർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഞങ്ങളുടെ ഒരു ജീവിതകാലം മുഴുവൻ തന്നെ കിടക്കണം എന്നുള്ളതാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ WPC ഒക്കെ എത്ര കൊല്ലം നമുക്ക് ലൈഫ് ഉണ്ടെന്ന് പറയാൻ പറ്റും? ശരിക്കും WPC എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക് ഒന്നും ആവില്ല. ഇത് സിമ്പിൾ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ അത് പ്ലാസ്റ്റിക്കിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയും. വുഡിന്റെ ചെറിയ മോളിക്യൂൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് വേറൊന്നും സംഭവിക്കാനില്ല. അതിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രാൻഡിന്റെ ഐറ്റം എടുക്കാന്നുള്ളത്. അതിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഹോൾഡിങ്ങിന്റെ കപ്പാസിറ്റിന്റെ പ്രശ്നമാണ്. അത് നേരത്തെ നമ്മുടെ UPVC ബോർഡ് ഉണ്ട്, WPC ബോർഡ് ഉണ്ട്. UPVC ബോർഡിന് ഈ പ്രശ്നം ഉള്ളതിന് ശേഷമാണ് കുറച്ചും കൂടി മാർക്കറ്റിൽ WPCക്ക് ഒന്നുകൂടി സ്ട്രെങ്ത്. അതൊക്കെ നമുക്ക് WPC വേണമെങ്കിൽ ആണിയടിച്ച് നിർത്തിക്കാന്ന് പറയാം. അപ്പോൾ നല്ല ബ്രാൻഡിന്റെ ലോക്കൽ ബ്രാൻഡ് എടുക്കാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബ്രാൻഡ് നല്ല ഡീലറെ അടുത്തുനിന്ന് ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. വുഡ് പോലെ തന്നെ നിലനിന്നോളൂ. അല്ല, വുഡിന്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പൊ നമുക്ക് വുഡ് തന്നെ വേണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡിൽ ചെയ്യുന്ന പോലെ ഒരു മിനിമം ഗ്രൂവ് ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റുമോ? അത് ചട്ടവും ഇടയ്ക്കും പോർഷനൊക്കെ ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അത് ആ ക്ലാമ്പിൽ നിൽക്കുവോ? അതിന്റെ ഹിഞ്ചസിലൊക്കെ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർപ്പന്റേഴ്സ് ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യാലേ അത് നിൽക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ പൊളയും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് നമ്മളെ നാച്ചുറൽ മെറ്റീരിയൽസിന് നാച്ചുറൽ ആയിട്ടുള്ള വുഡ് എന്ന് പറഞ്ഞ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ആരും ഉണ്ടാക്കുന്നതല്ല, ഓൾറെഡി നാച്ചുറൽ വരുന്നതാണ്. അപ്പൊ അതിൻ്റെതായ സ്വഭാവം എന്തായാലും വുഡിന് ഉണ്ടാവും. വുഡ് നല്ല സംഭവം തന്നെയാണ്. പിന്നെ അതായത് ഇതിന് കാലോചിതമായി കാലം കുറച്ച് അങ്ങോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ വികസിക്കാം, ചിലപ്പോൾ ചുരുങ്ങാം. നമ്മൾ ഫേർണിച്ചേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇത് നമ്മൾ ഒട്ടുമിക്ക പ്രൊജക്റ്റിലും 80 to 90% പ്രൊജക്റ്റിലും നമ്മൾ ഡയറക്ട്ലി എക്സിക്യൂഷനിൽ ഡീൽ ചെയ്യുന്ന പ്രൊജക്ട്സിൽ നമ്മൾ വുഡ് ട്രീറ്റ് ചെയ്യാന്ന് പറയും. ഈ വുഡ് പിന്നെ നമ്മൾ കമ്പനിയിലേക്ക് അയച്ച് കെലനിൽ ട്രീറ്റ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ഈ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ അധികം ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുക. അല്ലാത്ത യൂഷ്വൽ കേസിൽ സാധാരണ നമ്മൾ ഒരു തടി പിന്നെ മില്ലിൽ നിന്ന് വാങ്ങിച്ച് അത് ഈർന്ന് കൊണ്ടുവന്ന് ചെയ്യുന്ന രൂപമെന്നല്ല. അപ്പൊ ഈ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ചെതലിന് സാധ്യതയും ഇല്ല. അപ്പൊ ഈ ഗ്രൂപ്പ് ഇട്ട് മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? വുഡിലാണെങ്കിലും WPC പോലെ തന്നെ. ഓക്കെ മാം. അടുത്തത് സഫാസ് മാം. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് ഇയേഴ്സ് ആയിട്ട്, ഇപ്പൊ ഓൾമോസ്റ്റ് 2 years ആയിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ് നമ്മൾ വീടുകളിൽ ചെയ്യുന്നുണ്ട്. അത് എക്സ്റ്റീരിയറിലും അതുപോലെ തന്നെ ഇന്റീരിയേഴ്സ് ആയിട്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലരെന്ന് പറയുമ്പോൾ ജിപ്സം ഇന്റീരിയേഴ്സിന്റെ ഭാഗത്ത് കൊടുക്കുമ്പോൾ ബാത്റൂം ഏരിയ വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ സിമെന്റ് പ്ലാസ്റ്ററിങ് യൂസ് ചെയ്തിട്ട് ബാക്കി ജിപ്സം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലാതെ ബാത്റൂം ഏരിയയും ജിപ്സം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും അല്ലാതെ തന്നെ നോക്കിയാൽ ഏതാണ് കുറച്ചും കൂടി നല്ലത്? ജിപ്സം ഹോൾ വീട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇതില് പിന്നെ ഞങ്ങളെ റിയൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ യൂഷ്വലി പ്രൊജക്റ്റിൽ ജിപ്സം പ്ലാസ്റ്ററിങ് അധികം സജസ്റ്റ് ചെയ്യാറില്ല. അതിൻ്റെ കുറച്ച് ഫിനിഷേഴ്സിൽ ഡ്രോബാക്സ് നമുക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ഒരു ഇത് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. മേ ബി ഇത് തെറ്റാവാം ശരിയാവാം. ഞാൻ പല കമ്പനീസായിട്ട് സംസാരിച്ചതിൽ ഇന്ന് മാർക്കറ്റിൽ ആദ്യം സംസാരിച്ച കമ്പനിയൊന്നും ഇപ്പോൾ ഇല്ല. മീൻസ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്ന പല കമ്പനികളും 2-3 വർഷം കൊണ്ട് പൂട്ടിപ്പോകുന്നൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ചില സ്ഥലത്ത് കളർ ഫെയ്ഡ്, ഇപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ യെല്ലോ ഷെയ്ഡൊക്കെ ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് വരുന്നൊരു പ്രശ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് യൂഷ്വൽ നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് പ്രൊജക്റ്റ് സജസ്റ്റ് ചെയ്യാറില്ല. നോർമൽ പ്ലാസ്റ്ററിങ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. ഓക്കെ സർ. അടുത്തത് ശരവണ കുമാർ സർ. സാർ, ഒരു ഡൗട്ട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ 2 ഡൗട്ടാണുള്ളത്. ഒന്ന്, നമ്മൾ
വർക്ക് തുടങ്ങുന്ന മുമ്പ് ആർക്കിടെക്ട് നമ്മൾ ഇതിന്റെ ഡിസൈൻ ശരി ആർക്കിടെക്റ്റിന് മാൻഡേറ്ററി ആണോ ഒന്ന്. സെക്കൻഡ്ലി സെർവർ WPCന്റെ കാര്യം പറഞ്ഞു. അത് വെയിലിൽ ജെല്ലായിക്കോട്ടെ അതുപോലെ ഡോറായിക്കോട്ടെ വെയിലുള്ള ഭാഗങ്ങളിൽ നമുക്ക് കൊടുത്താൽ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? രണ്ട് ഡൗട്ടുകൾ. ഇതിൽ രണ്ടാമത്തെ ഡൗട്ട് WPC നമ്മൾ നേരെ ഡിസ്കഷൻ കണ്ടിന്യൂഷൻ പറയുകയാണെങ്കിൽ WPCക്ക് അങ്ങനത്തെ ഒരു ഡിഫോൾട്ട് ഒന്നും ഇതുവരെ ആയിട്ടൊന്നും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ചെതലിൻ്റെ പ്രശ്നമില്ല, നനവിൻ്റെ പ്രശ്നമില്ല, വെയിലിൻ്റെ പ്രശ്നമില്ല, കത്തിപ്പോവില്ല, ഇങ്ങനത്തെ കുറേ ഗുണങ്ങളല്ലാതെ ഇങ്ങനെയൊരു ദോഷം നമുക്ക് ഇതുവരെ ഒരു പ്രൊജക്റ്റിലും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കമ്മിങ് ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ആർക്കിടെക്ട്സ് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ഈ ഒരു ലുക്ക് ആൻഡ് ഫീലുള്ള സാധാരണ, അതായത് ഇത് ഡിപ്പെൻസ് ആണ്. നിങ്ങളൊരു ഒരു ഒരു മിനിമം ബഡ്ജറ്റിൽ ചെറിയൊരു വീട് ഉണ്ടാക്കാൻ വലിയൊരു ആർക്കിടെക്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഈ ലുക്ക് ആൻഡ് ഫീൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ അത്രയും വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആർക്കിടെക്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫായിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ ഓക്കെ, ശരി സർ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ സാർ, അടുത്തത് നഫ്സീൻ മുഹമ്മദ് സാറാണ്. നഫ്സീൻ മുഹമ്മദ് സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സാർ. ഹലോ, ഗുഡ് ഈവനിങ്. എനിക്ക് നമുക്കൊന്ന് ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ വുഡുകൾ നമുക്ക് ഇതിനായിട്ട് വാളിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ PU ഫോം വെച്ചിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ നമുക്കങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടോ? ഹലോ, റേഞ്ച് ബ്രേക്ക് ആകുന്നുണ്ട് ഒന്ന്. ഹലോ ഹലോ, നഫ്സി മാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അത് എത്രത്തോളം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫുള്ളി കേട്ടില്ല, എനിക്ക് മനസ്സിലായിടത്തോളം. പിന്നെ ഡോറ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് PU ഫോം വെച്ചിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ പറഞ്ഞത്? അതെ, PU ഫോംസ് വെച്ചിട്ട് ബോളും വുഡും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാണ്ട് PU ഫോം വെച്ചിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. ഇൻ ബിറ്റ്വീൻ PU ഫോം കൊടുത്തിട്ടല്ലേ? അത് മെയിനായിട്ട് നമ്മൾ ചെതലിൻ്റെ കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നല്ല കാര്യമാണ്. ചെതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ, അതായത് ഇത് വേറൊരു ടിപ്പാണ്. നോർമൽ വീടുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. ഒരു ടിപ്പാണ്. അതായത് ഞാനൊരു ടിപ്പ് പറയാം. നമ്മളിപ്പം സാധാരണ ഒരു വീട് ചെയ്യുമ്പോൾ നിങ്ങൾ സീലിംഗ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ബാലൻസ് ചെയ്യേണ്ട ടിപ്പാണ്. സീലിംഗ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന വീടുകളാണെങ്കിൽ സീലിംഗിൻ്റെ അകത്ത് പ്ലാസ്റ്ററിങ് വേണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അതൊരു പണ്ടേ പോകുന്ന ഒരു ആചാരം, ട്രഡീഷൻ പോലെ ഇങ്ങനെ സീലിംഗ് തേച്ച് പോവുകയാണ്. ജിപ്സം ചെയ്യുന്ന സീലിങ്ങിന് നമ്മൾ പ്ലാസ്റ്ററിങ് കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് അവരോട് പറയും നമുക്ക് സീലിംഗ് ജിപ്സം ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യേണ്ട. അവർ മേ ബി പറയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഇത് ബഡ്ജറ്റ് ബാലൻസിങ് കൂടി കട്ടി നമ്മൾ യൂഷ്വലി നമ്മൾ ക്ലയൻസിനൊക്കെ സജസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് പകരം നിങ്ങൾ ടെർമൈറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് ചെയ്യുക. നന്നായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ വുഡിൻ്റെ യൂസേജ് എന്തായാലും അവിടെ എവിടെയെങ്കിലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, മറൈൻ പ്ലൈ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ്, വാട്ടർ പ്രൂഫിങ്, ഇതേപോലത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഒരു പരിധി വരെ ചെതലിൻ്റെ വിഷയങ്ങൾ ഉണ്ടാവില്ല, അത്രയും കുറക്കാൻ വേണ്ടി പറ്റും. ഹലോ, അല്ല, അതായത് പിന്നെ നമ്മൾ ഈ ടെർമൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലോറിലാണ് ചെയ്യുക. കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണെങ്കിൽ കംപ്ലീറ്റ് ഫ്ലോറിൽ ചെറിയ ഹോൾ എടുത്തിട്ട് നമ്മൾ മെഡിസിൻ ഫില്ല് ചെയ്യാണ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡോറിൻ്റെ കേസ് പറയുമ്പോൾ ഒരു ഡോറിൻ്റെ ഫ്രെയിം ആണെങ്കിൽ ആ ഒരു 3 ഭാഗത്തും ചെറിയ ഹോൾ എടുത്തിട്ട് ഫുള്ളി ചെയ്യും. അപ്പോൾ ചെതലിൽ അങ്ങോട്ടേക്ക് എഫക്റ്റ് ചെയ്യുമല്ലോ, അവിടെയൊക്കെ ഓൾറെഡി മെഡിസിൻ ഫിൽഡ് ആയിരിക്കും. നിങ്ങൾ PU ഫോം ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷെ PU ഫോം ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ കൂടിയാണ്, നല്ലതാണ്.
ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. നമുക്ക് വില്ലകളിൽ ടൈല് സെലക്ട് ചെയ്യുമ്പോഴേ ടൈൽ സൈസ് കൂടുന്നത് നമുക്ക് നല്ലതാണോ? ഒരു ഓവറോൾ ടൈൽ സൈസ് യൂട്ടിലൈസേഷൻ വലിയ സൈസിലേക്ക് പോകുന്നത് നല്ലതാണ്, കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ കമ്പനി എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, എപ്പോക്സി ഗ്യാപ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്നതിന് പകരം ജോയിന്റ്സിൽ 2mm 3mm സ്പേസർ ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസറാണ് എപ്പോഴും കമ്പനി എപ്പോഴും അങ്ങനെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, സ്പേസറിൽ ജോയിന്റ് ഫില്ലേഴ്സ് ഇട്ടിട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. ഓക്കെ, അത് അപ്പൊ വേറെ കോസ്റ്റ് ബെൽറ്റോ എഫക്റ്റീവ് കംപ്ലൈന്റോ ആണോ നമുക്കത്? വരാതിരിക്കാൻ. കോസ്റ്റ് എഫക്റ്റീവ് ആണോ ഇപ്പൊ വലിയ ടൈൽ എടുക്കുന്നത്? ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഡാമേജ് വരികയാണെങ്കിൽ ആ ഒരൊറ്റ ഏരിയ മുഴുവൻ മാറ്റേണ്ടി വരില്ലേ? നമ്മൾ എടുക്കുന്ന ബ്രാൻഡ് പോലെ ഇരിക്കും. അതെ, ഓക്കെ 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 സാർ, താങ്ക് യു. ഓക്കെ സാർ. സാർ ഒരു കണ്ടിന്യൂറ്റി ക്വസ്റ്റ്യൻ സാർ, മാഡം ചോദിച്ചു. അടുത്തത് കിരൺ പടിയറ സാറാണ്. കിരൺ പടിയറ സാർ നമുക്ക് അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് കിരൺ സാർ. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ പെയിന്റിങ് കളർ കോമ്പിനേഷനും ലൈറ്റിങ്ങിന്റെ ഒരു കോമ്പിനേഷൻ കൊണ്ട് പ്രീമിയം ലുക്ക് എങ്ങനെ നമുക്ക് ലോ ബഡ്ജറ്റിൽ കൊണ്ടുവരാം, അതിനെ കുറച്ച് ടിപ്സ് തരാമെന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അല്ല, ഞാൻ കുറച്ച് കണ്ടിരിക്കുന്നത് ബേസിക് അങ്ങനെ ഒരു ആർക്കിടെക്ട് ഇല്ലാതെ ചെയ്തേക്കുന്നത് കുറച്ച് നല്ല ഡിസൈൻസ് എനിക്ക് തോന്നിയത് കണ്ടിട്ടുണ്ട്. അതിലെല്ലാം അവർ ചെയ്തിരിക്കുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ട് വാം കളേഴ്സ് കൊടുക്കുകയാണ് ചെയ്യുക. എന്നുവെച്ചാൽ വൈറ്റ് ആയിരിക്കും പെയിന്റ് ഇത് ചെയ്തിരിക്കുന്നത്, ഫിനിഷ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഫർണിച്ചേഴ്സും അതും എല്ലാം കൂടെ ഒരു കളർ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് വാം കളേഴ്സ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. സാറിന്റെ ഒരു സജഷൻസ് അതിൽ നിങ്ങൾ ചോദിച്ചതിൽ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, പിന്നെ ഇത് നമ്മുടെ ടിപ്പ് ഫുള്ള് പറയാൻ കേട്ടോ. അപ്പോൾ അത് ടു ബി ഫ്രാങ്ക് ടിപ്പ് പറയുകയാണെങ്കിൽ, ശരിക്കും നിങ്ങൾ കാണുന്ന അങ്ങനത്തെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കളർ കോഡ് ഒരിക്കലും വൈറ്റ് അല്ല. അത് പിന്നെ സ്പെഷ്യൽ നമുക്കൊരു ക്രീം വൈറ്റ് അല്ലെങ്കിൽ പിന്നെ ഒരു വിസ്പറിങ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഷെയ്ഡാണ്. സാധാരണ ഒരു നമ്മൾ പെയിന്റിന്റെ ഷോപ്പിൽ പോയിട്ട് ഒരു വൈറ്റ് 20 ലിറ്റർ വാങ്ങിച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ഫീൽ ഒരിക്കലും കിട്ടൂല. അതിന് സ്പെസിഫിക് കോഡുണ്ട്, ഒരു ഇന്ന കോഡ്. ആ കോഡ് വെച്ച് ചെയ്യുമ്പോഴാണ് അതിലേക്ക് ലൈറ്റ് വരുമ്പോൾ ഫീൽ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ന്യൂട്രൽ തീമിൻ്റെ കൂടെ കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒലീവ് ഗ്രീന്, പിന്നെ അതേപോലെ അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കളേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കളേഴ്സ് ആഡ് കഴിഞ്ഞാൽ ഭയങ്കര ഫീൽ ആയിരിക്കും ലൈറ്റിങ്. പിന്നെ ഈ കളറ് ശ്രദ്ധിക്കാൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്യാൻ. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കാണ്ടായിരുന്നു. ഈ WPCയുടെ നേരത്തെ ചോദിച്ചതിന്റെ കേസിൽ അതിൽ പൊതുവിൽ ഞാൻ 1-2 കോൺട്രാക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ സ്ക്രൂ ചെയ്തിട്ട് അൺസ്ക്രൂ ചെയ്യുമ്പോഴത്തേനും പഴയ ഒരു ഇത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരിക്കും UPVC ബോർഡാണ് ആ പ്രശ്നം. WPCക്ക് ആ പ്രശ്നം വരുന്നില്ല അല്ലേ? അപ്പൊ അതുപോലെ ഈ WPCയുടെ തന്നെ നമ്മളുടെ ഈ ജനല് വരുന്നത് സ്റ്റീലിന്റെ ഇതകത്തെ ബാറ് വരുന്നത് ഞാൻ ഈ പഴയ കമ്പി പട്ട ടൈപ്പ് കണ്ടിട്ടേ ഇല്ല. അത് നമ്മുടെ ആ ഒരു ഡയഗണൽ ആയിട്ട് ബാറ് ക്രോസ് വെച്ചിരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനത്തെ ടൈപ്പ് ഉണ്ടോ? കമ്പി പട്ട വെച്ചിട്ട് എല്ലാം ചെയ്യാലോ, അങ്ങനെ വരുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, എല്ലാം ചെയ്യും. ഓക്കെ, ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു കാര്യം കൂടെ ലാസ്റ്റ്. നമ്മുടെ ഈ സ്റ്റെയർ കേസിന് ഒരു പ്രൊഫൈൽ ലൈറ്റ്, ഇപ്പൊ നമ്മൾ ഫോൾ സീലിംഗ് ചെയ്യാതെ തന്നെ ഒരു പ്രൊഫൈൽ ലൈറ്റിങ്, ഇപ്പൊ നമ്മുടെ സ്റ്റെയർ കേസിന് നമ്മൾ സാധാരണ മുകളിലും താഴെയും സ്വിച്ച് കൊടുക്കുമല്ലോ, 2-വേ സ്വിച്ച് കൊടുക്കുമല്ലോ. അതിന് പകരം സെൻസർ വെച്ചിട്ട് സ്റ്റെയർ കേസിലൂടെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുക്കുന്നത് അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണോ, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണോ അത്? അതൊരു കാലാകാലം നിൽക്കുന്ന ട്രെൻഡ് അല്ല, മീൻസ് വന്നു പോകുന്ന ഒരു ട്രെൻഡാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. രാജേന്ദ്രൻ സാർ. ഹലോ സാർ, എനിക്കൊരു കോസ്റ്റ് കമ്പാരിസണിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ഞാൻ എൻ്റെ വീടിന്റെ പ്ലാനിങ് ഫേസിലാണ്. അപ്പൊ ഞാൻ കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി എനിക്ക് ജനലിനും വിൻഡോസിനും ഡോസിനും ഒക്കെ എനിക്ക് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ വുഡാണ്. അപ്പൊ അതിൽ തന്നെ മഹാഗണി വുഡാണ് പുള്ളി സജസ്റ്റ് ചെയ്യുന്നത്, ഫ്രണ്ട് ഡോർ ഒഴികെ ബാക്കിയുള്ളതിന്. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് വേണ്ട, എനിക്ക് WPC മെറ്റീരിയലിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് WPC എന്ന് പറയുന്നത് നമ്മൾ വുഡ് വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിൽ × 1.25 എക്സ്ട്രാ ആവും
അതായത് 100 രൂപയ്ക്ക് വുഡ് ചെയ്യുവാണെങ്കിൽ 125 രൂപ ആവും WPC ചെയ്താലും. അത് എക്സാക്ട്ലി കറക്റ്റ് ആണോ? രണ്ടാമത് നമ്മളിപ്പോ നോർമൽ സ്റ്റെപ്സ്, അതായത് നമ്മുടെ സിമന്റ് സ്റ്റെപ്സിന് പകരം നമ്മൾ ഇൻഡസ്ട്രിയൽ സ്റ്റെയർസ് യൂസ് ചെയ്താല് അതിന്റെയും ഒരു കോസ്റ്റ് കമ്പാരിസൺ എങ്ങനെയാണ്? ഇതാണ് എനിക്കൊന്ന് അറിയേണ്ടത്. പിന്നെ ഇതില് ഇൻഡസ്ട്രിയൽ സ്റ്റെപ്സിൻ്റെത് നിങ്ങൾ സ്റ്റെപ്പിന്റെ കാര്യങ്ങൾ അറിയാതെ പറയാൻ വേണ്ടി പറ്റൂല. കാരണം ഇൻഡസ്ട്രിയൽസ് ഇപ്പോൾ പല രീതിയിലും ചെയ്യുന്നുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ഓരോ സ്റ്റെപ്പ് വെച്ചായിരിക്കും മിക്കവാറും കോൺട്രാക്ടേഴ്സ് ഇത്ര സ്റ്റെപ്പുള്ള സ്റ്റെയർ കേസ് ചെയ്യാൻ അവരോട് കൊട്ടേഷൻ ഡിറൈവ് ചെയ്തെടുത്താൽ മതി. ഈ ഇത്ര സ്റ്റെപ്പ് ചെയ്യാൻ എങ്ങനെ റേറ്റ് വരുന്നു അതൊരു സ്റ്റീൽ കോൺട്രാക്ടർ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ മഹാഗണിയും WPC തമ്മിലുള്ള ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കമ്പാരിസൺ നോക്കിയിട്ടില്ല. നമ്മൾ സാധാരണ തേക്കും WPC എന്നുള്ള കമ്പാരിസൺ ആണ് സാധാരണ രീതിയിൽ ചിന്തിച്ച് പറയാറ്. ഒന്ന് നോക്കിയിട്ട് അതിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ തേക്കും WPC ആണെങ്കിൽ തേക്കിനാണോ കൂടുതലാവുന്നത്, മഹാഗണിക്കാണോ കൂടുതലാവുന്നത്? അല്ല സോറി, WPCക്കാണോ കൂടുതലാവുന്നത്? തേക്കിനായിരിക്കും കൂടുതലാവുന്നുണ്ട്. WPCക്ക് തേക്കിന്റെ താഴത്തെ റേറ്റ് വരും. ഓക്കെ ഓക്കെ ശരി സർ, താങ്ക് യു. ഓക്കെ സർ. അടുത്തത് ഹുസൈൻ കെ സർ. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ഞാൻ മറ്റേ ഓൾറെഡി വീടിന്റെ അല്ല, ഞാനൊരു ഔട്ടർ പ്രൊജക്ട് ഒരു മറ്റേ പാർട്ടി മറ്റേ ഇവന്റ്സ് ഇതിനൊക്കെ തയ്യാറാകുന്ന ഒരു ചെറിയ പ്രൊജക്ടിന്റെ ഒരു ആലോചനയിലാണ്. അപ്പോ ഫ്യൂച്ചറിൽ മറ്റേ നമ്മൾ കുറെ ഈ റീൽസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറെ ഇന്റീരിയറും മറ്റേ അല്ല എക്സ്റ്റീരിയർ മറ്റേ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അല്ലപോലൊക്കെ കുറെ നമ്മളെ മൈൻഡിൽ സെറ്റ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു കൃത്യമായിട്ടൊരു പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ആ രൂപത്തിൽ നമ്മൾ എങ്ങനെ ചെയ്താലും നടക്കില്ല. അപ്പൊ അതിന് നിങ്ങളെ ഏത് രൂപത്തിൽ മിനിമലൈസ് ആണ് കണ്ടിട്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഏത് രൂപത്തിൽ നിങ്ങളുടെ സഹായം കണ്ടിന്യൂസ് ആയി അതിന് ശേഷം ചെയ്യാനും വല്ല കോണ്ടാക്ട് ചെയ്യാനും വല്ല സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. പ്രൊജക്ട് എന്തായിരുന്നു സാർ? ഞാൻ ഈ ചെറിയ ഈ ഇവന്റ്സ് പാർട്ടീസ് അതേമാതിരി ക്യാമ്പ്സുകള് നമ്മള് ചെറിയ ഇപ്പോഴത്തെ അതേമാതിരി പ്രൊഫഷണൽസിന്റെ ചെറിയ ക്യാമ്പ്സ് ഒക്കെ ഒരു 150 ആളുടെ ചെറിയൊരു പ്ലോട്ടാണ് ഉള്ളത്. ഒരു മറ്റേ പുഴ സൈഡിലുള്ളതാണ്. കുറച്ച് ഒരു ഓപ്പൺ എയർ സ്പേസുകൾ അങ്ങനെ കുറച്ച് ചെറിയ 1-2 സ്റ്റേക്കേഷന് ജസ്റ്റ് മറ്റേ എന്താണത് പറഞ്ഞാല് കിട്ടുന്നില്ല, ബാൽക്കണീസ് അങ്ങനെ കുറച്ച് ഡിസൈനിങ് ആയിട്ട് ഒരു പ്രയർ ഒരു ഓപ്പൺ എയർ ആണ് ഉദ്ദേശിച്ചത്. കൊമേഴ്ഷ്യൽ പ്രൊജക്ട് ആണ്. കൊമേഴ്ഷ്യൽ പ്രൊജക്ട് ആണ്. ഓക്കെ. നമ്മൾ കുറച്ചും കൂടി നമ്മളെ എക്സ്പെർട്ടൈസ് വരുന്ന റെസിഡൻഷ്യൽ പ്രൊജക്ട്സിലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കോളുമായിട്ട് കണക്ട് ചെയ്താൽ ദേ ക്യാൻ ഹെൽപ്പ് യു വിത്ത് എ ബെറ്റർ ഡിസൈനർ. കണക്ട് ചെയ്യാൻ എങ്ങനെ നമ്മൾ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്ത നമ്പറോ കാര്യം കോൺടാക്ട് നമ്പർ ഉണ്ടാവില്ല, അതിൽ തന്നെ തിരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. അടുത്തത് നീനു അനൂപ് മാം. മാം അങ്ങോട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹലോ സർ. ഹലോ, ഗുഡ് ഈവനിങ്. സർ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ഈ ബെഡ് കോട്ടുകള് ഇപ്പൊ ഒരു വുഡൻ എന്നൊക്കെ പോയിട്ട് നമ്മൾ GI വെച്ചിട്ടൊക്കെ ബെഡ് കോട്ടുകൾ ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ അത് വുഡിനേക്കാൾ എങ്ങനെയാണ് കോസ്റ്റ് എഫക്റ്റീവ് ആണോ? പിന്നെ ഇതിൽ എനിക്ക് ഒരു പ്രധാന ഡൗട്ട് വരുന്നത് ഇത് മിന്നലേൽക്കാൻ ചാൻസ് ഉണ്ടോ എങ്ങനെയാണെന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഇത് ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. പറഞ്ഞോളൂ. ഹലോ, കണ്ടിന്യൂ ചെയ്തോ. പിന്നെ എനിക്ക് കിച്ചണിലേക്ക് വരികയാണെങ്കിൽ അലുമിനിയം നമ്മൾ ഡോസ് കൊടുക്കുകയാണെങ്കിൽ അതിന് ബെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ടോ? പിന്നെ അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ സാധാരണ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം റീലിലും ഒക്കെ വളരെ ലോ കോസ്റ്റിൽ 10,000 രൂപയ്ക്ക് ബെഡ് കോട്ട് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് കാണുന്ന റീലാണ് സാധാരണ GA ഒക്കെ കാണാറ്. നമ്മൾ ഒരിക്കലും പ്രൊഫഷണലി GA ഒന്നും ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെതായ ഡ്രോബാക്സ് GA ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെപ്പോഴും വുഡൻ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ബെഡ് കോട്ട് സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ അലൂമിനിയം കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പിന്നെ അലൂമിനിയം നമുക്ക് വാട്ടർ ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ
ഈ നമ്മുടെ ഹിഞ്ചസ് കാര്യങ്ങൾക്കൊക്കെ തുരുമ്പിൻ്റെ അംശം വരാൻ അലൂമിനിയത്തിൽ സാധ്യതയുണ്ട്. ചീപ്പായിട്ടുള്ള ഒരു ഓപ്ഷനാണ് അലൂമിനിയം. കാണാൻ ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അലൂമിനിയം ചെയ്ത വീട് ഒരു 4-5 വർഷം കഴിഞ്ഞ് ചെയ്താൽ അവിടെയൊക്കെ ഹിഞ്ചസിൻ്റെ സൈഡിലൊക്കെ തുരുമ്പൊക്കെ ഫോം ആയിട്ടുണ്ടാവും. നനവ് അതിൽ കുറച്ച് കാലം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരും ഇൻസൈഡ് പോർഷനിൽ. ഔട്ട് സൈഡിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതിന്റെ ഡോറിന് ബെൻഡ് വരാനുള്ള ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സർ? ബെൻഡിൻ്റെ ചാൻസ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ സർ. അടുത്തത് രത്ന ആർ നാഥ് മാം. രത്ന ആർ നാഥ് മാം. യെസ്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ സർ. ഞങ്ങളിപ്പോ വീടിന്റെ പ്ലാനിങ് സെക്ഷനിലാണ് ഉള്ളത്. അപ്പോ അതില് ഞങ്ങൾക്ക് ലിവിങ് ഏരിയ പോർഷനിലാണ് സ്റ്റെയർ കേസ് വരുന്നത്. അപ്പൊ സ്റ്റെയറിന് നമുക്കൊരു കുറച്ച് റിച്ച് ഫീലില് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റും? ലിവിംഗ് റൂമിന്റെ സൈസ് ഏകദേശം എത്രയാണ് വരുന്നത്? ഒരു 470 ആ ഒരു 470 ബൈ ഒരു 400 ഒക്കെ ഉണ്ടാവും. അത് ഒരു ഓപ്പൺ കോർട്ട്യാർഡ് വരുന്നത്, സെന്റർ കോർട്ട്യാർഡ്. കുറച്ചും കൂടി നല്ലത് ഇൻഡസ്ട്രിയൽ സ്റ്റെയറിലേക്ക് പോക്കായിരിക്കും. അത് തനിയെ നിൽക്കുന്ന പോലെ ഉണ്ടാവും. മറ്റേത് ഭയങ്കര കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരു എലമെന്റ് ആയിട്ട് അങ്ങ് പോയിക്കോളും. ആ ഒരു ഫീൽഡിൽ പോയിക്കോളും. ഇൻഡസ്ട്രിയൽ സ്റ്റെയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാം. അത് നമ്മുടെ ഇതിനോട് ഇണങ്ങിയിട്ട് പോയിക്കോളും. സ്റ്റെയർ കേസ് പലരും ഇൻഡസ്ട്രിയിലാണ് ചെയ്യുന്നത്. സ്റ്റീൽ കൊണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും പടിയൊക്കെ വെക്കുക. ഹലോ, ഓക്കെ സർ. നഫീസത്തുൽ മുബ. ഞാൻ ചോദിച്ചോ. ഓക്കെ സർ, വാൾഡിംഗ് ടീൽസിന്റെ പാനൽ ജോയിന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേനോ? യെസ്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരോ? അതുപോലെ നമ്മൾ ബാത്റൂമുള്ള ഡോറിന്റെ ആ വോളില്ലേ, അതെങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാം? ഒരു ബെഡ്റൂമിന്റെ അകത്ത് ബാത്റൂം ഡോറിനെ പറ്റിയാണോ ചോദിക്കുന്നത്? അല്ല, നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ സിറ്റ് ഔട്ട് നിന്ന് ലിവിംഗിലേക്ക് കയറുമ്പോൾ സൈഡ് തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ ബാത്റൂം ഡോർ. എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ സിറ്റ് ഔട്ടിന്റെ ലിവിംഗിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് നേരെ മുന്നിൽ കാണുന്ന വോള് ബാത്റൂം ഡോറായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വോളാണ്. അതായത് നിങ്ങളുടെ പ്രൊജക്റ്റിലെ നിങ്ങളുടെ വീട്ടിലെ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ അതിനെ ഡീറ്റെയിൽ ചെയ്യാം? അതുപോലെ സാറ് പാനൽ ജോയിന്റ്സ് വെച്ചിട്ട് വോളിനെ ഡീറ്റെയിൽ ചെയ്യാന്ന് പറഞ്ഞു. നമ്മളിപ്പോ വാൾ ഡീറ്റെയിലിംഗിൽ പറഞ്ഞ അതേ പാനൽ ഡീറ്റെയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ബാത്റൂമിന്റെ ഡോറാണെന്ന് മനസ്സിലാത്ത രീതിയിൽ അതിനെ ആ പാനലിന്റെ കൂടെ ചേർത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ 2 പ്രശ്നങ്ങളിൽ സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാനൽ ജോയിന്റ് കൊടുക്കുന്ന സമയത്ത് ബാത്റൂം ഡോറിന്റെ സൈസ് എടുത്തിട്ട് അതിനനുസരിച്ച് അതിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. അതൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞുതരാൻ പറ്റുമോ? നമുക്ക് ഏത് മെറ്റീരിയൽ ആയിരിക്കും? അതായത് പിന്നെ മെറ്റീരിയൽ കേസ് നിങ്ങൾക്ക് കോമ്പിനേഷൻ ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം. ഡോറിന് പിന്നെ WPCയോ അല്ലെങ്കിൽ ബ്ലോക്ക് ബോർഡോ പോലത്തെ നല്ല മെറ്റീരിയൽ ഉപയോഗിക്കാം. ബാലൻസ് അങ്ങോട്ടേക്ക് വരുന്ന ഏരിയ അതേ സെയിം പ്രൊപ്പോർഷനിൽ പുറത്തുനിന്ന് മാനേജ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ അളവ് പിന്നെ ഐദർ ഒരു 2.7 മേ ബി ഒരു 80 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതേ 80 സെൻറ്റിമീറ്ററിൻ്റെ പ്രൊപ്പോർഷനിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവിടെ ഒരു ബാത്റൂം ഡോർ ഉണ്ടെന്ന് മനസ്സിലാവില്ല. ആ ഗ്രൂവ് ഒക്കെ അതിൽ ബാലൻസ് ചെയ്ത് പോയിക്കോളും. ഓക്കെ, താങ്ക് യു സർ. സുഷിന്റെ എല്ലാ പ്രൊജക്റ്റും അടിപൊളിയാണ്. മാഷാഅല്ലാഹ്. താങ്ക് യു വെരി മച്ച്. നമുക്ക് അടുത്ത് ദിനേഷ് കുമാർ സാറാണ്. ഓക്കെ സാർ, നമസ്കാരം. ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകി. ഞാനൊരു വീടിന്റെ പ്ലാനിങ്ങിലാണ്. അപ്പോ എനിക്ക് പിന്നെ കോൺട്രാക്ടർ തന്ന സ്പെക്കില് വുഡിന് പകരം ജനലുകളൊക്കെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ
സ്റ്റീൽ ഡോഴ്സും വിൻഡോസും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ധൈര്യമായിട്ട് അതിലേക്ക് പോവാമോ അല്ലെ വുഡ് തന്നെ ഇൻസിസ്റ്റ് ചെയ്യണോ എന്നൊരു സംശയമുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ലാർജ് ബജറ്റിലേക്ക് പോകുന്നില്ല, പക്ഷെ ഡ്യൂറബിലിറ്റി പ്രധാനമാണ്. പിന്നെ അതിൽ പറയുന്ന ഒന്ന് രണ്ട് കേൾക്കുന്ന ഇഷ്യൂ ഇടിമിന്നൽ വരാൻ സാധ്യതയുണ്ട്, ഇലക്ട്രിക് ഷോക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബേസിക്കലി പ്രൊജക്ട്സിൽ ഇതിന് വിൻഡോസിന് സ്പെസിഫിക്കലി സ്റ്റീൽ സജസ്റ്റ് ചെയ്യാറില്ല. പല ഡ്രോബാക്സും വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഒന്നാമത് അത് ട്രെൻഡിങ് ആയിട്ട് വരുന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞാലേ പറയാൻ വേണ്ടി പറ്റും. ഫിനിഷേഴ്സിന് ഉപയോഗിക്കാനുള്ള കൺവീനിയൻസിന് കുറച്ച് ബുദ്ധിമുട്ട് സ്റ്റീൽ ഡോറിലുണ്ട്. അടുത്തത് മുഹമ്മദ് ഷിനാസ് സാർ ആണ്. സാർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംശയം ചോദിച്ചുകൊണ്ടിരുന്നത് കൊളാക്കിയില്ലേ? Hello sir, good evening. Yeah, good evening. നമ്മള് മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോഴേ മോഡുലാർ കിച്ചണിന്റെ നമ്മളെ ടാബിളും കൗണ്ടർ ടോപ്പും പിന്നെ അതുപോലെ നമ്മള് സ്റ്റെയറിന്റെ അടിയിൽ ഒരു സ്റ്റഡി ടേബിളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ടാബിളുകള് നമ്മള് കോൺക്രീറ്റിൽ ചെയ്താല് അത് ഒരു മോഡുലാർ കിച്ചണിന്റെ ഭംഗിനെ ബാധിക്കോ? പിന്നെ അതുപോലെ കിച്ചൺ ടേബിൾ നമ്മൾ ഫാബ്രിക്കേഷനിൽ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഉറപ്പിനൊക്കെ ചിലർ കൺസേൺ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ അതിന്റെ എക്സിക്യൂഷനെ മോഡുലാർ കിച്ചണിന്റെ ഭംഗിനെ ബാധിക്കോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് സാർ. പിന്നെ എന്ന് വെച്ചാല് നമ്മളെ ഡോർ ഫ്രെയിംസ് ഒക്കെ ഇൻക്ലൂഡിങ് ബാത്റൂം ഫ്രെയിംസ് ഡോർ ഫ്രെയിംസ് ഒക്കെ സ്റ്റീലാണ്. അപ്പൊ വുഡ് ആയിരുന്നു ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഫാദർ. അപ്പൊ സാറ് പറഞ്ഞു WPC ആണ് ബെറ്റർ എന്നുള്ളത്. അപ്പൊ WPCയും പാരലി ആലോചിക്കുന്നുണ്ട്. അപ്പം സാർ പറഞ്ഞല്ലോ WPCയിൽ എടുക്കുന്ന ബ്രാൻഡ്സ് മതി ലോഞ്ചിറ്റിവിറ്റി എന്ന്. അപ്പോ ഏതെങ്കിലും നല്ല ബ്രാൻഡ്സ് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ UPVC ആയിരുന്നു മെയിൻ ആയിട്ട് നോക്കി. അപ്പൊ സാറ് പറഞ്ഞ UPVC-നേക്കാളും ബെറ്റർ ലോഞ്ചിറ്റിവിറ്റിയിലൊക്കെ WPC ആയിരിക്കും. അതായത് പിന്നെ നിങ്ങൾ വിൻഡോസിനാണോ UPVC നോക്കിയത്? വിൻഡോസിന്റെ ഫ്രെയിംസിനും പിന്നെ അതുപോലെ ഡോസ് WPCയിലായിരിക്കും വരിക. അല്ല, അതിലൊരു കൺഫ്യൂഷൻ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വെച്ചാല് നമ്മൾ UPVCയും WPCയും ഡിസ്കസ് ചെയ്യുന്നത് ഷീറ്റ് രൂപത്തിലുള്ള, അതായത് ഡോറിന് നമ്മളൊരു ഷീറ്റ് ഇട്ടിയാൽ നല്ല ഷീറ്റായിട്ട് വരിക. UPVC ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പിന്നെ ആസ്പെക്റ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിൻഡോസിന് UPVC വിൻഡോസ് ബെസ്റ്റ് ഓപ്ഷനാണ്. അത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ആണ്. UPVC നമ്മുടെ മോഡേൺ വിൻഡോസ് വരുന്നത് വെച്ചാൽ ഒന്ന് UPVC വിൻഡോസും അതേപോലെ തന്നെ അലൂമിനിയം വിൻഡോസും ആണ്. അതിൽ രണ്ടിലേതാ ബെറ്റർ എന്ന് വെച്ചാൽ UPVC ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് ഓൾറെഡി ഇതേപോലെ തന്നെ ക്വാളിറ്റിയിൽ ട്രീറ്റ് ചെയ്ത് വരുന്നത്. മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്പെക്ട് കംപ്ലീറ്റ് ഇന്റേണൽ ഡോർസിനെ പറ്റിയിട്ടാണ് UPVC-നേക്കാൾ നല്ല WPC എന്നൊക്കെ പറഞ്ഞത്. എക്സ്റ്റീരിയർ ഇതിൽ നമുക്ക് മാർക്കറ്റിൽ രണ്ട് കാര്യങ്ങളാണ് ഗ്ലാസസ് ഒക്കെ വരുന്ന വലിയ വിൻഡോസിനുള്ളത്. ഒന്ന് അലൂമിനിയം ആണ്, സിസ്റ്റം വിൻഡോസ് എന്ന് പറയും. രണ്ടാമത്തെ UPVC ആണ്. അതിൽ UPVC ആണ് ഏറ്റവും ബെസ്റ്റ്. ഗോട്ട് ഇറ്റ്. നമ്മള് അധികം പറഞ്ഞോണെ ഗ്ലാസ്സിലാണ്, ഫുൾ ലെങ്ത് ഗ്ലാസ്സിലാണ് ഒരുവിധം ബെഡ്റൂംസിന്റെ എല്ലാ ഓരോ സൈഡ് ചുമരും വാളും പിന്നെ അതുപോലെ പുറത്തേക്ക് കിച്ചൺ UPVC അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മള് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഞാൻ പറഞ്ഞില്ല ഡോറ് നമ്മളെ വുഡിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാറ് WPC ആയിരിക്കും ബെറ്റർ കോസ്റ്റ് എഫക്റ്റീവ് ലോഞ്ചിറ്റിവിറ്റിയിലും പറഞ്ഞല്ലോ. അപ്പൊ അതിന് നല്ല ബ്രാൻഡ്സ് ചൂസ് ചെയ്യണമെന്ന്. അപ്പൊ ഏതെങ്കിലും ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോട്ട് ചെയ്യാനായിരുന്നു. ബ്രാൻഡ് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾ എവിടെ ഏരിയ എവിടെയാ? ഞങ്ങള് കോഴിക്കോടാണ്, കുന്നമംഗലം. കോഴിക്കോട്. നമ്മൾ ഓക്സി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ് ഓക്സി ഡോർ എന്ന് പറഞ്ഞിട്ട്. ഓക്സി OXXY ആണോ സാർ? OXY. ഓക്കെ. കോഴിക്കോട് കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുണ്ട്. അവര് കണ്ണൂർ ബേസ്ഡ് ആണ്, പക്ഷെ ഓൾ സപ്ലൈ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങൾ അതെ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യം കോൺക്രീറ്റ് ചെയ്യണോ വേണ്ടയോന്ന്. ആക്ച്വലി ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ അതൊരു 10 വർഷം നേരത്തെയുള്ള ചോദ്യമാണ്. അപ്പോൾ
ഇപ്പൊ അങ്ങനെ ചോദ്യമില്ല, കാരണം ആരും അങ്ങനെ ചെയ്യലില്ല. കോൺക്രീറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളത് ബേസിക്കലി ഫുൾ എനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാരെ മനസ്സിലാക്കിയാണ്. കാരണം മൊഡുലാറിൽ എപ്പോഴും കോൺക്രീറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് മാനേജ് ചെയ്യലും പിന്നെ നമുക്ക് ക്യാബിനറ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ്. സ്ട്രെങ്ത്തിന്റെ പ്രശ്നമൊന്നും കിച്ചണിൽ ഒരിക്കലും കോൺക്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇതെല്ലാം സ്ക്വയർ ബോക്സസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് നല്ലൊരു ഇന്റീരിയർ ചെയ്യുന്ന പ്രോജക്റ്റിൽ നമുക്ക് കോൺക്രീറ്റഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഒരുപാട് തലവേദനകൾ ഉണ്ട് താനും. ഓക്കെ ഓക്കെ. ഓക്കെ സാർ, അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അടുത്തത് നസീഹ യാസ് സർ. നസീഹ യാസ് സർ ടേബിളും മ്യൂട്ട് ചെയ്തതിനു ശേഷം നസീഹ യാസ് സർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നസീഹ യാസ്. ഓക്കെ, അടുത്തത് ജോൺ മാത്യു സർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓൾസോ നമുക്ക് 10 സമയമുള്ളൂ. അത് കുറച്ചധികം പേര് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓൾറെഡി ക്വസ്റ്റ്യൻസ് ചോദിച്ചവരുടെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. പുതിയ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് എടുക്കാൻ. അതുകൊണ്ട് ജോൺ മാത്യു സർ. സാറേ, എന്റെ സംശയം കിച്ചണില് നമ്മള് കാണുന്നത് ഈ ലോക്കൽ മെറ്റീരിയലാണ്. നല്ല പ്രൊഫൈൽ മെറ്റീരിയൽ അലുമിനിയം ഫിനിഷിങ് കിട്ടുന്ന നമുക്ക്. സാർ എനിക്ക് വോയിസ് ഓഡിബിൾ ആവുന്നില്ല. മീൻസ് സൈഡെല്ലാം നമ്മള് ഈ കൈ വല്ലാത്തൊരു ഫിനിഷിംഗ് ആണ് കാണുന്നത്. ഡോറിന്റെ സൈഡൊക്കെ ഇങ്ങനെ മെറ്റീരിയൽ ഉണ്ടോ? ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ക്ലാരിറ്റിയിൽ മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല. ഏരിയയൊക്കെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, നനവുണ്ട്, അതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അലുമിനിയം പീസ് ആണെങ്കിൽ ഫിനിഷിങ്ങും അതുപോലെ തന്നെ നമുക്ക് നല്ല പ്രൊഫൈൽ മെറ്റീരിയൽ കിട്ടാനുണ്ട് അലുമിനിയത്തിന്റെ. ഞാനത് കണ്ടതെല്ലാം അതായത് ഉണ്ട്, നല്ല നല്ല പ്രൊഫൈൽസ് കിട്ടാനുണ്ട്. സിമ്പിൾ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഹലോ, ബ്രാൻഡ് നമുക്ക് അവരോട് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഹലോ, എന്തെങ്കിലും ബ്രാൻഡ് നെയിം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോ ബ്രാൻഡ് നെയിം ജിൻഡാൽ പോലത്തെ ബ്രാൻഡ്സിന് വരുന്നുണ്ട് പ്രൊഫൈൽസ്. അത് കോട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക ചെയ്യാം. ഓക്കെ സാർ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ബജ്ല മെഹറൂഫ് സർ. സർ, ബജ്ല മെഹറൂഫ്. യെസ് സർ, ഒരു വീടിന്റെ ഇന്റീരിയർ ചെയ്യുന്നതും ഒരു ഫ്ലാറ്റിന്റെ ഇന്റീരിയർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫ്ലാറ്റും വീടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ഫ്ലാറ്റ് ചെറിയ സ്പേസ് ആയിരിക്കും. ഒന്നുകൂടി ഫങ്ഷനാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മെറ്റീരിയൽസിൽ അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഒന്നുകൂടി സ്പേഷ്യസ് ആയിട്ട് കാണുന്ന രീതിയിലുള്ള തീം ഉപയോഗിക്കുക. ഇതാണ് കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ് നമ്മൾ അതിന് ഇത് കൊടുക്കേണ്ടത്? അതായത് ഭയങ്കര ഹെവി ഫർണിച്ചേഴ്സ് ഇട്ടിട്ട് നടക്കാതിരിക്കുക. കളറുകൾക്ക് ചൂസ് ചെയ്യുമ്പോൾ എടുത്തു പിടിക്കുന്ന കളേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക. ഒന്നുകൂടി സ്പേഷ്യസ് ആകുന്ന രീതിയിലുള്ള പ്ലാൻ ചെയ്യുക. പിന്നെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബെഡ് കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ ഹൈഡ്രോളിക് സ്റ്റോറേജ് കൊടുക്കാൻ വേണ്ടി സ്റ്റോറേജ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഏകദേശം 3 ഡോർ വാർഡ്രോബിൻ്റെ സ്പേസ് ഇതിൻ്റെ അകത്ത് കിട്ടും. ഇങ്ങനെയുള്ള ഫങ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വീട് പോലെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കളർ തീമൊക്കെ വരുമ്പോൾ ഒരു ന്യൂട്രൽ ഷെയ്ഡിലേക്ക് പോകും അല്ലേ മൊത്തത്തിൽ? അതെ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, അടുത്തത് ഗിരീഷ് സി സർ അൺമ്യൂട്ട് ചെയ്തതിനു ശേഷം സാറിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമസ്കാരം സാർ, ഞാൻ മറ്റേ പ്ലാനിങ് സ്റ്റേജ് ആണ്. അതില് എല്ലാം കംപ്ലീറ്റ് ഡ്രോയിങ്ങും ആയിട്ടാ ചെയ്യിക്കുന്നത്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ മറ്റെന്താ പറയാ, ഓരോ ഇപ്പൊ സൂപ്പർ സ്ട്രക്ചർ ടീമിനെ കൊണ്ട് ചെയ്യിക്കുന്നു, അടുത്തത് ഇന്റീരിയർ ടീമിനെ കൊണ്ട് ചെയ്യിക്കുന്നു, അതുപോലെ എക്സ്റ്റീരിയർ വേറെ ടീമിനെ കൊണ്ട് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഡ്രോയിങ്ങും ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്യും, മറ്റേ ആർക്കിടെക്ടറിന് കൊടുത്തിട്ട് കളക്ട് ചെയ്യാണ്. അത് ബേസിലാണ് ബാക്കിയെല്ലാം പോകുന്നത്. അപ്പൊ അതിലേക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഏത് സമയത്താണ് ഈ പറയുന്ന മറ്റേ ഇത് ഓരോ ഫ്രെയിമിനായിട്ട് ബന്ധപ്പെടേണ്ടത് നമ്മൾ ഓരോ ടൈമിലും?
അതായത് ഇപ്പം നിങ്ങളെ ക്വസ്റ്റ്യൻ എനിക്ക് ക്ലാരിറ്റി മനസ്സിലായി. നേരത്തെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫേമിനെ ചൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി സെലക്റ്റീവ് ആവാം. അതായത് ഫോർ എക്സാമ്പിൾ, ശരിക്കും പ്രോപ്പർലി ഒരു പ്രൊഫഷണൽ ഡിസൈനറെ ആസ്പെക്റ്റിൽ പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പാക്കേജ് ഫർണിച്ചേഴ്സ് ചെയ്യുന്ന മീൻസ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സും പാക്കേജ് ചെയ്യുന്നതും രണ്ടും കുറച്ച് വ്യത്യാസമുണ്ട്, അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. മീൻസ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു 10 lakhൽ 4 BHK ചെയ്യാന്നൊക്കെ പറയുന്ന പോലത്തെ പരസ്യങ്ങളിൽ വീഴാതിരിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈനറെ തന്നെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ 10-15 ലക്ഷത്തിന് 4 BHK വീട് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഫർണിച്ചർ മാത്രമേ കിട്ടുക എന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു ഫേമിനെയാണ് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഫേം നിങ്ങൾക്ക് തരുന്ന റീപ്ലൈ എന്ന് പറഞ്ഞാൽ, സാർ അതിന് സ്ട്രക്ചറൊക്കെ ആയിട്ടാകുമ്പോൾ നമ്മളെ വിളിച്ചാൽ മതി, ആ സമയത്തേക്ക് നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേയ്മെൻറ്റ് എന്തെങ്കിലും അഡ്വാൻസ് വാങ്ങിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഫുള്ളി നിങ്ങൾക്ക് കൺസൾട്ട് കിട്ടുന്ന ഒരു ഫേമിനെ തന്നെ കോൺടാക്ട് ചെയ്യും. ഇൻറ്റീരിയർ ഡിസൈനർ എന്ന് പറഞ്ഞാൽ A to Z, ടൈല് അവരെ സെലക്ഷൻ ആയിരിക്കണം, ലൈറ്റ് അവരെ സെലക്ഷൻ ആയിരിക്കണം, പെയിന്റ് ഡിസൈനർ സെലക്ഷൻ ആയിരിക്കണം, കേർട്ടൻസ്, ഫാബ്രിക്, A to Z കാര്യങ്ങൾ അവരെ സജഷനിൽ പോകണം. അപ്പം അങ്ങനെ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തു. സാർ മ്യൂട്ടാണ്. സാർ മ്യൂട്ടാണ്. ഓക്കെ ഓക്കെ, ആൻസർ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? കേട്ടിട്ടില്ല. ലാസ്റ്റ് ആണ് മറ്റേ ഏറ്റവും അവസാനം പറഞ്ഞ ഒരു വരി കിട്ടത്തുള്ളൂ. അതായത് ഫേമിനെ സെലക്ട് ചെയ്യാതെ ഫുൾ ആയിട്ട് മറ്റേ ചെയ്യുന്ന ഒരു ഫേമിനെ, അതായത് A to Z ചെയ്യുന്ന ഫേമിനെയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ രീതിയിൽ പ്രൊജക്ട് ചെയ്യാൻ ഉദ്ദേശിക്കും. നിങ്ങൾ വിളിക്കുന്ന ഫേമിനോട് ചോദിക്കുക, നിങ്ങൾ എനിക്ക് ടൈലിന്റെ കൺസൾട്ടിങ് തരുമോ, സ്പേസ് പ്ലാനിങ് തരുമോ, ലൈറ്റ് തരുമോ, പെയിന്റ്, എന്തൊക്കെയാ അവരുടെ സ്കോപ്പ് ഓഫ് ഡിസൈൻ കൺസൾട്ടിങ് സർവീസസ് മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. പാക്കേജ് ടൈപ്പ് ചെയ്യുന്ന ഫേംസിൻ്റെ അടുത്ത് അത് കിട്ടാൻ നിർവാഹം ഉണ്ടാവില്ല. ഓക്കെ സാർ. അടുത്തത് വസന്ത മാം ആണ്. വസന്ത മാം അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം മാമിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സാർ എക്സ്റ്റീരിയർ കൂടി പറയണേ, ഇതിന്റെ കൂടുതൽ എക്സ്റ്റീരിയറും സെയിം തന്നെ, സെയിം സമയത്ത് തന്നെ നിങ്ങൾ ആദ്യമേ ഒക്കെ നേരത്തെ തന്നെ അതായത് ആൾക്കാരെ ഫൈനൽ ചെയ്യുക, അതായത് ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഈ ഫേംസ് തമ്മിൽ ഒരു ഈഗോ ഒന്നും ഇല്ലാത്ത രൂപത്തിലുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി നല്ലതാണ്. നിങ്ങളുടെ ഡിസിഷൻ ഫേമായിട്ട് പറയാം. ഞാൻ ഇതാ, നിങ്ങളിപ്പോൾ ഒരു ആർക്കിടെക്റ്റിന് കൊടുക്കണമെങ്കിൽ നിങ്ങളാണ് ആർക്കിടെക്ചർ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ഇന്ത്യയിൽ ഞാൻ ഇന്ന ആൾക്കാണ് കൊടുക്കുക, അപ്പോൾ അവരാണ് ഫൈനൽ ചെയ്യുന്നത്. സോ നിങ്ങൾ അവരെ സജഷൻ എടുക്കണം. നിങ്ങൾ ഒരു ടീം വർക്കിലേക്ക് പോകാം. നമ്മൾ അങ്ങനെ കുറേ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ. വസന്ത മാം, വസന്ത ജയൻ മാം അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം മൈക്കിന്റെ സിമ്പൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി മാം. മാമിന്റെ വീട്ടിലെ മൈക്കിന്റെ സിമ്പൽ ചോദിച്ചോളൂ. എനിക്കറിയേണ്ടത് ഓപ്പൺ കിച്ചണിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും, അത് സ്പേസ് കൂടുതലായിട്ട് കാണിക്കോ? ഓക്കെ, നമ്മളെ ഓപ്പൺ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു വാൾ ഉണ്ടാവില്ല, അപ്പൊ യൂഷ്വലി സ്പേസ് അധികമായിട്ട് കാണിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കുക്കിംഗ് പാറ്റേൺ ആണ്. ഓരോ ഫാമിലിക്ക് ഓരോ പാറ്റേൺ ആയിരിക്കും. അത്യാവശ്യം ഭയങ്കര നമ്മൾ ഇന്ത്യൻ കുക്കിംഗ് നല്ല സ്പേസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് അതിനൊരു വർക്കിംഗ് കിച്ചൺ കൂടി കാണേണ്ടതുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ആസ് എ ഡിസൈനർ പറയാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, വൈകുന്നേരത്തെ ചായ കടിയൊക്കെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് നമ്മൾ ഓപ്പൺ കിച്ചൺ അധികം കൺസിഡർ ചെയ്യുക. ഹെവി കുക്കിംഗ് നിങ്ങളെ ഫാമിലിന്റെ കുക്കിംഗ് പോലെ ഇരിക്കും. ഫാമിലി എന്താണ് കുക്ക് ചെയ്യുന്നത്, ഹെവി കുക്കിംഗ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു വർക്കിംഗ് കിച്ചൺ കൂടി ചെറിയൊരു സ്പേസ് കാണേണ്ടതുണ്ട്. നിങ്ങളെ ഫിഷ് കട്ടിങ്, ഇങ്ങനത്തെ കുറച്ച് മണം വരാനുള്ള സംഭവങ്ങൾക്ക് വേറൊരു കിച്ചൺ കാണേണ്ടതുണ്ട്. നമുക്ക് സെഷൻ എൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. 8:30 ആയിട്ടുണ്ട്. സോ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാത്തവർക്ക് സങ്കടപ്പെടേണ്ട. നിങ്ങളെ നാളെ കോളോ അഡ്വൈസേഴ്സ് കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സും അവരോട് ചോദിക്കാം. അവർ നിങ്ങളെ ബാക്കി നിങ്ങളുടെ തുടർന്നുള്ള കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് സുഹൈർ സാർ. ഇന്ന് വളരെ പേഷ്യന്റ് ആയിട്ട് സാർ നമുക്ക് ഒത്തിരിയധികം ക്വസ്റ്റ്യൻസ് വന്നു. സാർ വളരെ പേഷ്യന്റ് ആയിട്ട് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്തു. താങ്ക് യു സോ മച്ച്. പാർട്ടിസിപ്പൻസിനും ഒത്തിരിയധികം നന്ദി. നമ്മുടെ
സെഷനിൽ ചേർന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടിയ ഉത്തരങ്ങളും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്തു. വി ആർ സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ഇനിയും നിങ്ങളെ നമ്മുടെ തുടർന്നുള്ള സെഷനുകളിൽ പ്രതീക്ഷിക്കുന്നു. സർ സാറിന്റെ സെഷൻസ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. മാത്രമല്ല നമ്മുടെ ചാറ്റ് ബോക്സിൽ കോളോ ആപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ബോത്ത് iOS ആൻഡ് പ്ലേ സ്റ്റോർ. അതിൽ കയറി നമ്മുടെ ആപ്പ് ഒന്ന് റേറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ എല്ലാവരും മാക്സിമം ഒന്ന് റേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ താങ്ക് യു വൺസ് അഗൈൻ സുഹേൽ സർ. താങ്ക് യു പാർട്ടിസിപ്പൻസ്. ഗുഡ് നൈറ്റ് എവരിവൺ. യു ആർ വെൽക്കം. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും എല്ലാവരും താങ്ക്സ് പറയുന്നു. വിൽ സി യു ഇൻ അനദർ സെഷൻ. Okay, bye. Good night. Bye-bye.